സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം അനന്തതയിൽ നിന്നും അനന്തതയിലേക്കുള്ള ഒരു യാത്രയാണ്. എവിടെ നിന്നോ വന്ന് ഞാൻ എവിടേക്കോ പോകുന്നു ഞാനെന്ന് ഒരു കവി പാടി. വാസ്തവത്തിൽ അങ്ങനെയല്ല നമ്മുടെ ജീവിതം. നമ്മൾ വന്നതും നമ്മൾ പോകുന്നതും അനന്തതയിൽ നിന്നും അനന്തതയിലേക്ക്. അപ്പൊ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ആ ഒരു ദൈവികമായ പദ്ധതി തിരിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിടയായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാർവീമയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശു ഒരിക്കൽ പറഞ്ഞു, അബ്രഹാമിന് മുൻപേ ഞാനുണ്ടായിരുന്നു. അത് അന്നത്തെ യഹൂദ പ്രമാണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം യേശുവിനെ അങ്ങനെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. നമ്മൾ ക്രിസ്തുവിലുള്ളത് കൊണ്ട്, നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്കും അത് പറയാൻ പറ്റും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥ സത്ത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ കഴിയും. എൻ്റെ ജീവിതം വാസ്തവത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഒരു തുടക്കം മുതൽ ചോദ്യങ്ങൾ, എന്തുകൊണ്ടെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. അന്ന് അതിന്റെ ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല. ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു നിരന്തരമായ അന്വേഷണമായിരുന്നു എൻ്റെ ജീവിതം. ആ അന്വേഷണത്തിന്റെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് മറ്റൊരു തലത്തിൽ കാരണം ഒരു തികവ് വന്നെങ്കിലും മറ്റൊരു തലത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ കൂടുതൽ അന്വേഷിക്കുന്ന തലത്തിലേക്ക് എത്തി. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ആ അന്വേഷണം വാസ്തവത്തിൽ ദൈവത്തെ തേടിയുള്ള, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നൊക്കെ പറയുന്നതാണ്, ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ അന്വേഷണത്തിൽ എനിക്ക് വാസ്തവത്തിൽ എൻ്റെ പൂർവമായ അനുഭവം ഹൈന്ദവ പശ്ചാത്തലമായിരുന്നു. എൻ്റെ ഒരു പൂർവികൻ, ഒരു പിതാമഹൻ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വിവാഹം കഴിച്ച് അങ്ങനെ ഒരു കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഒരു തലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാതാവിന്റെ കുടുംബമൊക്കെ വിശ്വകർമ്മ കുടുംബത്തിലായിരുന്നുവെങ്കിലും അത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഏതാണ്ട് ഒരു തലത്തിലാണ് ഞാൻ വളർന്നത്. ഒരുവിധം സമ്പന്നമായ ചുറ്റുപാടിൽ ഞാൻ ജനിച്ചു വളർന്നു. എൻ്റെ പിതാവിന് കുണ്ട്ര അലിൻഡ് ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ നല്ല ശമ്പളവും ഇൻസെന്റീവും ഒക്കെ കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. എന്നാൽ എൻ്റെ 1963 ജനിക്കുന്നത്. 70 വരെയുള്ള എൻ്റെ ജീവിതം ഒരുവിധം സമ്പന്നമായിരുന്നു. 60-70 ജീവിതത്തിൽ പെട്ടെന്ന് എല്ലാം തകിടം മറിയുന്ന ഒരു അനുഭവം ഉണ്ടായി. സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പിതാവ് മദ്യപാനത്തിലേക്കും ലോകപരമായ ജീവിതത്തിലേക്കൊക്കെ വഴുതി വീണ് അങ്ങനെ ജീവിതത്തിൽ ആ സമ്പന്നതയുടെ തലത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കുള്ള എൻ്റെ യാത്ര വാസ്തവത്തിൽ അതാണ് എൻ്റെ അന്വേഷണങ്ങളുടെയൊക്കെ തുടക്കമായി തീർന്നത്. അമ്മ വളരെ മതഭക്തിയും സത്യസന്ധയും വളരെ കരുണ നിറഞ്ഞ ഒരു മാതാവായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എൻ്റെ അമ്മയുടെ ജീവിതമാണ്. അമ്മയുടെ ജ്യേഷ്ഠത്തിയെ പിതാവിന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു. അവർക്ക് ഇരുവർക്കും ജോലി ഉണ്ടായിരുന്നു. അമ്മയുടെ പിതാവിനും നല്ലൊരു അലിൻഡിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം സമ്പന്നമായ ചുറ്റുപാടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു 7 മക്കളും, ഞങ്ങളുടെ വീട്ടിൽ 6 മക്കൾ. എനിക്ക് 2 ജ്യേഷ്ഠന്മാരും എനിക്ക് നേരെ മൂത്ത ഒരു സഹോദരിയും, ഇളയ 2 അനുജന്മാരും ഉണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ആ ഒരു സമ്പന്നമായ ചുറ്റുപാടിൽ വളർന്നെങ്കിലും പിന്നീട് വന്ന ജീവിതത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നെ ഒരു അന്വേഷണത്തിന് തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ചെറുപ്പത്തിലെ ധാരാളം വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കേട്ടത്, വിദ്യാധനം സർവധനാൽ പ്രധാനം, അവിദ്യന് വരാധനം, അധനന് വരാമിത്രം, അമിത്രന് വരാസുഖം, വിദ്യ തന്നെ മഹാധനം. വിദ്യയുടെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ അധ്യാപകർ തരാൻ ഇടവന്നു. പഠിക്കുക, പഠിച്ചു വരിക. വാസ്തവത്തിൽ പിന്നീട് കേരള ശാസ്ത്ര സാഹിത്യപരിഷത്തിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ മാറിയ സമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗാനമായിരുന്നു, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിന് അധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പാട്ട് കൊള്ളാം,
ഞാൻ തന്നെ ഒരുപാടിടങ്ങളിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ശാസ്ത്ര കലാജാഥയുടെ ഒരു യൂണിറ്റ്, ഒരു ടീം ഞങ്ങൾ തന്നെ മുളവനയിൽ ഫോം ചെയ്ത് അതിന്റെ പ്രവർത്തകനായിരുന്നല്ലോ. പക്ഷേ ഈ ആജ്ഞാശക്തിയായി മാറുക എന്നുള്ളത് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അന്വേഷണമായിരുന്നു. ദുർബലനും ഭീരുവും നിരാശനും ഒക്കെയായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ, ഒരു പൈതലായിരുന്നു ഞാൻ. എന്റെ നിരാശകളും ദുഃഖങ്ങളും ഒക്കെ അന്നത്തെ എൻ്റെ അറിവിൽ വായന കൊണ്ടാണ് ഞാൻ കുറെയൊക്കെ പരിഹരിച്ചത്. വായനാശീലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മുളവന വായനശാലയിലെയും പുന്നത്തടത്തിലെയും കുണ്ട്രയിലെയും പിന്നീട് കൊല്ലത്തെയും ഒക്കെ വായനശാലയിലൊന്നും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. ഞങ്ങളുടെ വീട്ടിലും എഴുത്തുകാരൊക്കെ ഉണ്ട്. മുളവന രമേശ്, ആർട്ടിസ്റ്റ് NS മണി, ഇടയ്ക്കാട് വിശ്വനാഥൻ, എൻ്റെ ആത്മസ്നേഹിതനായ TP അജയൻ, ഇവരൊക്കെ ഒരുവിധം പ്രശസ്തരായ ചിത്രരചനയിലും സാഹിത്യത്തിലും ഒക്കെ വളരെ നൈപുണ്യം നേടിയിട്ടുള്ളവർ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ പ്രവർത്തനരായിരുന്നു ഞങ്ങളുടെ പലരും. മഹാന്മാരൊക്കെ, ഒരാള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലും ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ആയിരുന്നു. വീട്ടില് വാസ്തവത്തിൽ നിരന്തരമായ സാഹിത്യ ചർച്ചകള് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുടുംബ സദസ്സ് എന്നറിയപ്പെടുന്ന, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ ആവേശം തോന്നാറുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലെ 7 മക്കളും ഞങ്ങൾ 6 പേരും, ഞങ്ങള് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഞങ്ങൾക്കൊരു 1/2 ഏക്കറിലധികം വസ്തു ഞങ്ങൾക്കുണ്ട്. പിന്നീട് അവരുടെ തലയും വേഴയാണ്. ഞങ്ങൾ അവിടെ ആ വീട്ടില് കുടുംബ സദസ്സിൽ ഞങ്ങൾ പല വിഷയങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ധാരാളം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്താശീലരായ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. എല്ലാം സൂര്യന് കീഴെയുള്ള സകലതും ഞങ്ങൾ മതവും തത്വചിന്തയും രാഷ്ട്രീയവും ഒക്കെ അന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. വാസ്തവത്തില് എൻ്റെ ജീവിതത്തില് എന്നെ ഒത്തിരി രൂപാന്തരപ്പെടുത്തിയ ഞങ്ങളുടെ സ്വപ്നങ്ങളും പങ്കുവെക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കാലത്തിൽ പോലും ഒരു സമ്പന്നതയിലേക്ക് വരുന്ന കാര്യവും വലിയ അറിവുള്ള ആളായി തീരുമെന്ന കാര്യമൊക്കെ കാണുമായിരുന്നു. ധാരാളം വായിക്കാൻ തുടങ്ങി. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ എൻ്റെ കവിത ഞാൻ എഴുതുന്നത്. അത് ഞാൻ തന്നെ ചൊല്ലിയപ്പോൾ ഞാൻ തുള്ളിച്ചാടി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ കവിതയ്ക്കുള്ള സമ്മാനം, എനിക്ക് ഹൈസ്കൂൾ ലെവലിലുള്ള സമ്മാനം കിട്ടുന്നത്. അപ്പം എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ സാഹിത്യവാസനയുള്ളവര് എൻ്റെ കാവ്യപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും എഴുതുവാനും കൂടുതൽ എഴുതുവാനുള്ള ഒരു വലിയ താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇങ്ങനെ എപ്പോഴും ഒരു കെട്ട് പുസ്തകം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ഒരു പുസ്തകപ്പുഴുവായി ഞാൻ അങ്ങ് വളർന്നു. കിട്ടുന്നിടത്തുനിന്നൊക്കെ പുസ്തകങ്ങൾ വിലയ്ക്ക് വാങ്ങിയും അല്ലാതെയും വായിക്കുമായിരുന്നു. അന്ന് മുതൽ എൻ്റെ പുസ്തക ഏതാണ്ട് 5000-ഓളം പുസ്തകങ്ങളുള്ള സ്വന്തമായിട്ട് അത്രയും വായിക്കുകയും അതിലധികവും നോട്ട്സുകൾ കുറിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശീലം എനിക്ക് അന്ന് മുതൽ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തന്നില്ല. എൻ്റെ പിതാവിനുണ്ടായ തകർച്ച, ഞങ്ങളുടെ പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ടതും അദ്ദേഹം മദ്യപാനത്തിലുള്ള ജീവിതം തകർന്നു പോയതും ഞങ്ങൾ സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് വീണതുമായ ആ സംഭവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വലിയ മുറിപ്പാടുകളായിട്ട് മാറി. ആ മുറിപ്പാടുകൾ വാസ്തവത്തിൽ കാലം വായിക്കാത്ത മുറിവുകളിൽ എന്ന് പറയുന്നെങ്കിലും എൻ്റെ വളരെ സെൻസിറ്റീവായ ഒരു കൗമാരക്കാരനായ ഒരു ബാലകനായിരുന്നു ഞാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സ് സന്തോഷിക്കുകയും കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സെൻസിറ്റീവായ ഒരു തലം എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടോ കരുണയും സ്നേഹവും ഒക്കെ എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരുന്നു. ഇന്നതെനിക്കറിയാം, ദൈവമാണ് പകർന്നിട്ടുള്ളതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. വളരെ സാൻമാർഗിക ബോധത്തിലാണ് എൻ്റെ മാതാവ് എന്നെ വളർത്തിയത്. കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കളുടെയൊക്കെ കാല് തൊട്ട് തൊഴുത് എല്ലാവരുടെ തലയെ കൈവച്ചൊക്കെ അനുഗ്രഹിച്ചൊക്കെ പരീക്ഷകൾ എഴുതിയിട്ടുള്ള കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. ഇന്നതൊക്കെ ഒരു നന്മയായി എനിക്ക് തീർന്നിട്ടുണ്ട്. കാരണം വളരെ ചിട്ടയോടുകൂടി ഈശ്വരഭക്തിയിലും ഒക്കെ വളർന്നു. പക്ഷേ കൗമാരം പിന്നിട്ടതോടെ ഇടതുപക്ഷ ചിന്തകളൊക്കെ എൻ്റെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ കടന്നു വന്നു. കൂടുതൽ രാഷ്ട്രീയമായി ചിന്തിക്കാനും വായിക്കാനും തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചപ്പോൾ സ്ത്രീ സമത്വ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വന്നു. ടോൾസ്റ്റോയുടെയും ദസ്തേവിസ്കിയുടെയും മാക്സിം ഗോർക്കിയുടെയും ഒക്കെ റഷ്യൻ രചനകൾ
അത് കൂടുതൽ കൂടുതൽ മനുഷ്യന്റെ അസന്തുലിതമായ അവസ്ഥകളിൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അന്നത്തെ രാഷ്ട്രീയ ചുവയുള്ള ഗാനങ്ങളൊക്കെ പല കവിതകളും ഞാൻ അക്കാലത്ത് എഴുതുവാൻ ഇടവന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിലെ വാസ്തവത്തിൽ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും വാസ്തവത്തിൽ ഞാൻ എനിക്കൊരു സന്തോഷമില്ലാത്ത സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. വാസ്തവത്തിൽ അന്വേഷണം ഒരു വശത്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ ഇതിനൊന്നും കഴിഞ്ഞില്ല. ഒരു തരം ആത്മയുദ്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം എന്ന പോലെ തന്നെ ഞാൻ ഈ സമയത്ത് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് എടുത്തു. BSc ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. എനിക്ക് SM കോളേജിൽ അഡ്മിഷൻ പിന്നീടാണ് കിട്ടുന്നത്. എങ്കിലും ആ ക്രിസ്ത്യൻ കോളേജിലുള്ള എൻ്റെ പഠനം വാസ്തവത്തിൽ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ BSc ബോട്ടണിക്ക് പഠിച്ച ആ കാലഘട്ടത്തിലാണ് എന്നോട് സുവിശേഷം അറിയിക്കുന്നത് ചില സ്നേഹിതന്മാർ. അന്ന് അല്പനിരീശ്വരവാദവും ഒക്കെ തലയിൽ കയറിയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തലയിലുള്ളതുകൊണ്ടും ഞങ്ങൾ ഹൈന്ദവരായ ചുറ്റുപാടിൽ ജനിച്ചതുകൊണ്ടും ഞാൻ അവരെ വാസ്തവത്തിൽ യേശു ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന യേശുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, കാരണം അങ്ങനെ ഉയർത്തെഴുന്നേറ്റുണ്ടെങ്കിൽ കാണിക്കാൻ കഴിയണമല്ലോ. ഞാൻ പറഞ്ഞു ഉയർത്തിട്ടുണ്ടെങ്കിൽ കാണിക്കൂ, കുണ്ടറയിലെങ്ങാനും ഉണ്ടെങ്കിൽ കാണിക്കൂ, കൊണ്ടത്തുണ്ടെങ്കിൽ കാണിക്കൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ എൻ്റെ ആത്മസ്നേഹിതൻ വളരെ നിർബന്ധപൂർവ്വം എന്നെ സ്നേഹിച്ച് ബൈബിൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ അല്ലാതെ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന്റെ അർത്ഥമൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ക്രൈസ്തവരുണ്ട്. അമ്മയുടെ അടുത്ത സ്നേഹിതകളൊക്കെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ്. അവർ ഓർത്തഡോക്സുകാരാണ്. ഓർത്തഡോക്സിന്റെ പ്രത്യേകം നമുക്കറിയാം. അതെല്ലാം കൂടെ ഒക്കെ മിങ്കിൾ ചെയ്ത് കിടക്കുന്ന അതിനകത്ത് പ്രത്യേകിച്ചും ഈ രക്ഷാനുഭവത്തെ കുറിച്ചൊന്നും അതിനകത്ത് പഠിപ്പിക്കുന്നില്ല. അപ്പം വാസ്തവത്തിൽ ഈ സ്നേഹിതന്റെ നിർബന്ധത്താൽ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വാങ്ങി വായിക്കാൻ ഇടയായി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. രാത്രിയുടെ യാമത്തിൽ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ വേദപുസ്തകം കെട്ടി വായിക്കുന്ന പോലെ ഞങ്ങൾ പുരാണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കും. ഭക്തിയോട് തുറന്ന് 7 വരി 7 അക്ഷരമൊക്കെ വിട്ട് വായിക്കുന്ന പോലെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വാങ്ങി അത് ഞാൻ തുറന്ന് വായിച്ചു രാത്രിയുടെ യാമത്തിൽ. എൻ്റെ കണ്ണുകളിൽ ആദ്യം മുടക്കിയത് മത്തായിയുടെ സുവിശേഷം 21:22 നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വാസ്തവത്തിൽ അത് ഒരു ഭയങ്കര അത്ഭുത ശക്തി പോലെ ആ വാക്കുകൾ എന്നിൽ തുളച്ചു കയറി. ഞാൻ അന്വേഷിച്ചിരുന്ന മതങ്ങളിൽ ഒന്നും ഇത്തരം ഒരു പദം ഞാൻ കണ്ടിട്ടില്ല. ഒരു വാക്ക് തന്നെ ഇത്രയും ശക്തിയുള്ളതാണെങ്കിൽ ഞാൻ ചിന്തിച്ചു, ദൈവം ഇതിന് മുഴുവൻ എന്ത് ശക്തി ഉണ്ടായിരിക്കും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനുള്ള വന്നു. എൻ്റെ ലൈഫിനെ മുഴുവൻ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കിട്ടും. ഞാൻ വാസ്തവത്തിൽ ദൈവത്തോട് ചോദിച്ച മറ്റൊന്നും ആയിരുന്നില്ല, കർത്താവ് എനിക്ക് സമാധാനം വേണം. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അനേക ദിനരാത്രങ്ങൾ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ആ വേദപുസ്തകത്താളുകൾ കണ്ണീര് കുതിർന്നു. വാസ്തവത്തിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വാസ്തവത്തിൽ അത് ഒരു ദൈവികമായ എൻകൗണ്ടർ ആയിരുന്നു അന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് എനിക്കറിയാം. എൻ്റെ മുറി വാസ്തവത്തിൽ സ്വർഗീയ പ്രകാശം കൊണ്ട് നിറയുവാൻ ഇടയായി. ദൈവികമായ വെളിച്ചം എന്നിലേക്ക് വന്നു. വലിയ സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അതൊക്കെ അതിന്റെ ആഴങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്തുകൊണ്ടൊക്കെ വന്നു എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു അനുഭവം വന്നു. വീട്ടിൽ ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് ഹൈന്ദവമായ രീതിയിൽ പോകുന്നു. എൻ്റെ ഓർമ്മയിൽ ആരും അങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എൻ്റെ ഓർമ്മയിൽ ആരും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു തോന്നലായിരിക്കാം. ദൈവികമായ ബന്ധത്തിൽ വളരുവാനൊരു തൃഷ്ണ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വീണ്ടും എൻ്റെ ചിന്തകളിലേക്കും പഠനത്തിലേക്കും വായനയിലേക്കും ഒക്കെ പോയി. പഠിച്ച് ഉയരങ്ങളിലെത്തണം, നല്ല നിലയിലെത്തണം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരാനിട വന്നു. പക്ഷെ ബൈബിളിനോട് എനിക്ക് അന്ന് മുതൽ താല്പര്യം ഉണ്ടായി. ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നു. 1983 ഞാൻ എൻ്റെ BSc പഠനം കൊട്ടാരക്കര കോളേജിൽ ആരംഭിക്കുന്നത്. 1980 ഫസ്റ്റ് BScക്ക് പഠിക്കുമ്പോൾ തന്നെ
മുളവനയിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് മുളവനയിൽ എക്സൽ കോളേജ് ആരംഭിച്ചു. എക്സൽ കോളേജ് വളരെ വേഗത്തിൽ പ്രസിദ്ധമായി തീർന്നു. നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് അത് വളർന്നു. ഞങ്ങളായിരുന്നു അതിൻ്റെ ഞങ്ങൾ 4-5 ഗ്രാജുവേറ്റ്സ് ചേർന്നാണ്. ഞാൻ അന്ന് ഏറ്റവും ചെറിയ ആൾ ഞാൻ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ നല്ല കഴിവുണ്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. മിടുക്കനായ ഒരു അധ്യാപന. കാര്യം ഒത്തിരി വായിച്ച് തലയ്ക്കകത്ത് ഈ ഫിലോസഫിയും സൈക്കോളജിയും ഇതെല്ലാം തലയ്ക്കകത്ത് കയറിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ പദങ്ങൾക്ക് നല്ല സാഹിത്യ ഭംഗിയുണ്ടെന്നും മനുഷ്യ ഹൃദയങ്ങളെ തൊടുന്ന വാക്കുകൾ പറയാൻ കഴിയുമെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ മനോഹരമായി തീർന്നു. നല്ലൊരു അധ്യാപകനായി ഞാൻ പേരെടുക്കാനിട വന്നു. എക്സൽ കോളേജിൽ പഠിപ്പിച്ച ആ കാലങ്ങൾ ദേശത്തുനിന്ന് മുളവന ദേശത്തുനിന്ന് കൊണ്ടുവരുന്നൊക്കെ ഉള്ള ധാരാളം കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കാനിട വന്നു. ചില വലിയ സമ്പന്ന കുടുംബങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനും നല്ല മാന്യമായ ഫീസൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു അധ്യാപകനായി പേരെടുത്തു. വീണ്ടും ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഹിന്ദുമതത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഹിന്ദുമതത്തില് കൂടുതൽ താല്പര്യം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ആ സമയത്ത് ഇട വന്നു. ഞാന് ശരിക്കും പറഞ്ഞ ഇന്നും ഒരു അന്വേഷകനാണ്. പക്ഷെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇന്നിപ്പോ ഞാൻ ബൈബിളിന്റെ കാരണങ്ങളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ബൈബിൾ തന്നെ വന്നു. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹിന്ദു മതത്തെ കുറിച്ചൊക്കെ പഠിച്ചു. പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ, വേദങ്ങൾ ഉപനിഷത്തുകളെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോൾ, പ്രത്യേകിച്ചും വിവേകാനന്ദന്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു വന്നപ്പോൾ ഇതിനകത്ത് എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവേകാനന്ദ ആശ്രമത്തിന്റെ ഒരു പരസ്യം ഞാൻ കണ്ടത്. കന്യാകുമാരിയിലെ യുവ സന്യാസികളെ, ബിരുദധാരികളായിട്ടുള്ള ആളുകളെ സന്യാസ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടോ ഒരു പക്ഷേ ഞാൻ ഒരു ഒളിച്ചോട്ടോ എന്നൊക്കെ പറയാം, സമാധാനം കിട്ടാൻ അവിടെ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകാം എന്നുള്ള ചിന്തയിൽ ഞാൻ അവിടേക്ക് പോയി. പക്ഷെ എനിക്ക് അവിടെ ചെന്നിട്ടും വാസ്തവത്തിൽ പ്രത്യേകിച്ച് സമാധാനമൊന്നും തോന്നിയില്ല. സാധാരണ പോലെയൊക്കെ ഒരു അനുഭവം എനിക്കുണ്ടായുള്ളൂ. ഞാൻ തിരിച്ചു വന്നു. കാരണം ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാന് സ്തോത്രം 83 തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം എൻ്റെ ഒരു ജ്യേഷ്ഠൻ വയനാട്ടിൽ അധ്യാപകനായിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനാണ്, മലയാള അധ്യാപന. അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകനും ഒരു ചിന്തകനും ഒക്കെയാണ്. വാസ്തവത്തിൽ അങ്ങനെ സ്തോത്രം അങ്ങനെ ഞാൻ വയനാട്ടിൽ പോയിട്ട് അവിടുന്ന് ബാംഗ്ലൂർക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. ഒരു നല്ല ജോലി കണ്ടെത്താം, ഡിഗ്രി ഉണ്ടല്ലോ, BSc ഒക്കെ ഉണ്ടല്ലോ. 83 ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടും ഒക്കെ ആ സ്ഥലത്ത് പോയി കുറച്ചു കാലം അവിടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തു. പിന്നീട് ഞാൻ കൊല്ലത്ത് തിരിച്ചു വന്നു. ബാംഗ്ലൂർക്ക് പോയില്ല, തിരിച്ചു വന്നു. കോഴിക്കോട്ട് വന്ന് LLBക്കൊക്കെ ചേരാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, കൊല്ലത്ത് SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA മലയാളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം കുട്ടികൾ അവിടെ ചേർന്നു. നല്ല ഒരു 50-60 പേരിലധികം ഉണ്ടായിരുന്നു, പ്രഗത്ഭരായ കുഞ്ഞുങ്ങൾ. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്ന് MA മലയാളത്തിന് ജോയിൻ ചെയ്തു. നല്ലൊരു സമർത്ഥനായി മലയാളം എനിക്കിഷ്ടമായതുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഞാൻ കോളേജ് തലത്ത് മത്സരത്തില് പ്രസംഗ മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടി. SM കോളേജിൽ കവിതയിലൊക്കെ പങ്കെടുത്തു. അപ്പൊ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ധാരാളം വായിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ധാരാളം വായിക്കുന്നത് കൊണ്ട് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഗാന്ധിസത്തെ കുറിച്ച് റേഡിയോ നിലയത്തിൽ ഒരു ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ തലങ്ങൾ ഇങ്ങനെ വായിച്ചു പോവുക. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ തന്നെ ഞാൻ ഒരു ഹിന്ദു മതത്തിലും ആ തലങ്ങളിലൊക്കെ പോയി ഗാന്ധിസമൊക്കെ പഠിച്ചു. ആ ടൈമിലാണ് ഹെൻറി ഡേവിഡ് തോറോയുടെ ഗ്രന്ഥങ്ങൾ എന്നെ വളരെ ആകർഷിച്ചത്. ഇന്നും തോറോയുടെ വാൾഡൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പുസ്തകമാണ്. വാൾഡൻ എന്നെ വളരെയധികം ആകർഷിച്ചു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ഭക്ഷണശീലത്തിലൊക്കെ മാറ്റം വരുത്തി. ഒരുപാട് സ്വഭാവത്തിന് മാറ്റം വന്നു. കുറച്ചുകൂടെ ഉള്ളിലേക്ക് വലിയുവാനുള്ള ആന്തരികമായ ഒരു തലത്തിലേക്കൊക്കെ ഉൾവലിഞ്ഞ് ഒരു കുറച്ചുകൂടെ അന്വേഷകനാകുക എന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ഇതൊക്കെ ആയിട്ടും എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാന് വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി, വേദവസം വായിക്കാൻ തുടങ്ങി. പലയിടത്തും കൺവെൻഷനിലൊക്കെ, പല സ്ഥലങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഞാൻ പോയി. പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്നും ഒന്നും മനസ്സിലായില്ല. എല്ലായിടത്തും പോവും, എന്നെ പിടിച്ചൊന്ന് എൻ്റെ ജീവിതത്തിലെ ഈ പല ചിന്തകൾ കിടക്കുന്ന എന്നെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാന്നിധ്യത്തെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു വലിയ ദൈവികമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു കുണ്ട്രയിൽ വെച്ച് ആശാരിപദേശിയുടെ ഒരു കൺവെൻഷനിൽ വാസ്തവത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം എന്നിലേക്ക് വന്നു. ആ യോഗത്തിൽ വെച്ച് ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു, ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. ഭയങ്കരമായ ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ വാസ്തവത്തിൽ അന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ അടിമുടി ആ വലിയ അനുഭവം ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമുണ്ട്. എൻ്റെ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തിയ, എൻ്റെ ജീവിതത്തെ അമൂലാഗ്രം സ്വാധീനിച്ച ഒരു വലിയ സംഭവമായിരുന്നു അത്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ പിന്തുടരുന്നു, എൻ്റെ ദൈവം എന്നെ തന്നിലേക്ക് ആകർഷിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. വാസ്തവത്തിൽ ആ ഒരു സെക്കൻഡ് എൻകൗണ്ടർ എന്ന് ഞാൻ വിളിക്കട്ടെ, ആ കർത്താവിന്റെ രണ്ടാമത്തെ സന്ദർശനത്തോടു കൂടി സമ്പൂർണമായിട്ടും ഞാൻ യേശുവില് സമർപ്പിക്കാനുണ്ടാവും. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കാനുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ അതുവരെ ഉണ്ടായിരുന്ന ആ അസന്തുലിതമായ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായി. ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ശീലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടിയിരിക്കുമ്പം ആരായി തീരണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പലരും ചോദിക്കും, ഇതിനൊക്കെ ആരായി തീരണം. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കുടുംബ സദസ്സിലൊക്കെ ഡിസ്കഷൻസ് ഉണ്ട്, ഭയങ്കര ഡിസ്കഷൻസാ, എല്ലാം അറിവുള്ളവരാ എൻ്റെ കുടുംബത്തിലെല്ലാം. ഇന്നിപ്പോ എല്ലാവരും പ്രൊഫഷണൽസ് ആണ് എല്ലാവരും. എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ മക്കളെല്ലാം നല്ല നിലയിലാണ്, വളരെ ഉയർന്ന നിലയിൽ അവരെല്ലാം പല പ്രൊഫഷണലിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റും ഒക്കെ ഉള്ള നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അപ്പൊ അന്നേ എല്ലാവരും പഠിക്കാൻ വളരെ ബ്രില്യൻ്റ് ആണ് എല്ലാവരും ഒക്കെ തന്നെ. അപ്പം വാസ്തവത്തിൽ അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അന്നത്തെ ദാരിദ്ര്യ കാലമാണെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ വലിയ പ്രസിദ്ധനായി തീരും, തകഴി ശിവശങ്കരൻ പിള്ളയെ പോലെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഞാൻ മുളവര മോഹൻദാസ് ആയി തീരും, ഞാൻ വലിയ പ്രശസ്തനായി തീരും. അന്നൊരു സൈക്കിൾ പോലും ഇല്ലാത്ത കാലമാണ് അത്. ഞാൻ പറഞ്ഞു, ഞാൻ കാറൊക്കെ ഓടിച്ച് ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് പോയി ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കും. അന്ന് അവര് ചിരിച്ചു കളിയാക്കിയിട്ടുണ്ട് എന്നെ, നീ എനക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടും. ഞാൻ എന്ത് ഓർക്കുന്നുണ്ട്, വാസ്തവത്തിൽ ഈ ചെറുപ്പം മുതൽ എൻ്റെ ഒരു പ്രത്യേകതയാ, അന്ന് മുതൽ ഇന്ന് വരെ അത് തുടരുന്നുണ്ട്. ഞാൻ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കും. എനിക്ക് ഇന്നറിയാമതൊക്കെ കർത്താവിന്റെ ഒരു പണിയാണെന്ന് എനിക്കറിയാം. എൻ്റെ പഴയ ഡയറി കുറിപ്പുകളില് മുളവര മോഹൻദാസ് ഒക്കെ എഴുതി കൂട്ടുകാർ കളിയാക്കി, ചിലരൊക്കെ മുളവരേന്ന് വിളിക്കുമായിരുന്നു. 8-ലോ 9-ലോ ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ നോട്ട്ബുക്കിലൊക്കെ മുളവര മോഹൻദാസ്, വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്നതോളം ഞാൻ എഴുതി വെക്കുമായിരുന്നു. എനിക്ക് പിന്നീട് മനസ്സിലായി, ഞാനിന്ന് ഒത്തിരി പുസ്തകങ്ങൾ, 10-18ഓളം പുസ്തകങ്ങൾ എഴുതുവാൻ പല അവാർഡുകൾ കിട്ടാനൊക്കെ കർത്താവ് സഹായിച്ചു. പക്ഷേ വാസ്തവത്തില് ഈ പിന്നീട് എനിക്ക് മനസ്സിലായി, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലായിരിക്കുന്നത്. നമ്മൾ നാവ് കൊണ്ട് എന്ത് പറയുന്നു അതുപോലെ സംഭവിക്കും. ഒരു പോസിറ്റീവ് തിങ്കിങ് ദൈവത്താൽ സംഭവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 84-ല് എൻ്റെ ജീവിതത്തില് സ്തോത്രം, ഞാൻ അങ്ങ് ദൂരെ പോയി കാണുമെന്ന് പറഞ്ഞാൽ 84-ല് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കാണുവാൻ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൃപയാൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, 89-ൽ ഞങ്ങളുടെ വിവാഹം നടക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. വാസ്തവത്തില് അത് ഞാൻ അന്ന് എഴുതിയ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. അന്ന് എഴുതി വെച്ചതിന്റെ അത് ദൈവം എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ നേരത്തെ സംസാരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായില്ല, നീ ക്രിസ്ത്യാനിയാകുമെന്നും ക്രിസ്ത്യൻ ചുറ്റുപാട് പോകാൻ കഴിയുമെന്നൊക്കെ ഉള്ള സന്ദേശങ്ങൾ ശരിക്കും ഒരു പ്രവചനം പോലെ ഞാൻ കേട്ടു. പക്ഷെ എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് ഹൈന്ദവനായിരിക്കുമ്പോൾ തന്നെ ഞാനത് കേട്ടിട്ടുണ്ട്. ഇന്നതൊക്കെ അറിയാം, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് വ്യക്തമായി രണ്ടുപേരിലൂടെ ഇടപെട്ടത്. അതും രണ്ട് അജ്ഞാതരായ മനുഷ്യർ, അത് പിന്നെ അവരെ കണ്ടിട്ടുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. ഇന്നെനിക്കറിയാം, ഈ അതീന്ദ്രിയമായ ഒത്തിരി സംഭവങ്ങൾ ഞാൻ ഒരുപാട് പേരുടെ ടെസ്റ്റിമണീസ് കേൾക്കാറുണ്ട്.
ഇപ്പം പല മറ്റേലും ആസാദിയിലും ഒക്കെ ഉള്ള ഒരുപാട് പേരുടെ കാര്യം ജീവിക്കുന്ന സാക്ഷികൾ കേട്ടപ്പോൾ ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ അതീന്ദ്രിയമായിട്ട് കർത്താവ് ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൂതന്മാര്, പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു, ഇതൊക്കെ ശക്തമായിട്ട് നമ്മളിപ്പം ശരിക്കും നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ കൂട്ടുകാരനെ കാണുന്ന പോലെ, ഈ സുശീല നീ ഇപ്പോഴും ഇവിടെ വന്നേ ചോദിക്കും, നീ ഇവിടെ എന്ന് പറയുന്ന പോലെ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കാണുന്ന പോലെ അത്ര ലൈവായിട്ട് കർത്താവ് യേശു ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒത്തിരി സാക്ഷികൾ കേട്ടിട്ടുണ്ട്. പലരും അത് വിശ്വസിക്കത്തില്ലെങ്കിലും അവരുടെ അനുഭവമാണ്. അതുപോലെ എനിക്കുമൊക്കെ പിന്നീട് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. യേശു എന്നോട് ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ. ആരും അത് വിശ്വസിക്കത്തൊന്നുമില്ല, പക്ഷെ എനിക്കത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞ അത് സത്യമാണ് കേട്ടോ. ഞാൻ തുറന്നു പറയട്ടെ, ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ഇന്നും കർത്താവ് ആളുകളെ ഡയറക്റ്റായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. കർത്താവിന് അങ്ങനെ സംസാരിക്കാൻ തടസ്സമൊന്നുമില്ല. ഒരാളെ വിളിക്കണമെങ്കിൽ കർത്താവിന്, മനുഷ്യൻ പേടിക്കുന്നതുകൊണ്ട് കർത്താവ് ഡയറക്റ്റായിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ശബ്ദമായിട്ടോ ഒക്കെ വരുന്നു. അവന്റെ മാനസിക നിലവാരം അനുസരിച്ച് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള അനുഭവമുണ്ട്. സന്ദർശിക്കിന്റെ ഒക്കെ ജീവിതത്തിൽ ഡയറക്റ്റായിട്ട് കർത്താവിനെ കണ്ട അനുഭവമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, ഈ ദൈവം ഒരാളെ സ്നേഹിക്കുന്നു, ഒരാളെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ, നമുക്കൊരു വിമാനം സ്വന്തമായിട്ടുണ്ട്, ശതകോടീശ്വരൻ എന്നൊക്കെ പറയുന്ന ഭൗമികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിഗളിക്കുന്നവരുണ്ട്. പക്ഷേ ഇനി ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നതിൽ, കളക്ടർ എന്നൊക്കെ പറയുന്നതിൽ അഭിമാനപ്പെടുന്നവരുണ്ട്. നല്ലത് തന്നെ, അവരെ ഞാൻ ചെറുതാക്കുന്നൊന്നുമില്ല. പക്ഷേ ലോകത്തിലൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, അണ്ടകടാഹങ്ങളെ, ഈ പ്രപഞ്ചം മുഴുവൻ നാഥനായ ദൈവം, ആ ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ട് അവനെ പേര് ചൊല്ലി വിളിച്ചു. നീ എന്റെ കൂടെ വാ, എന്റെ വേല ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇരമ്യാവിനെ വിളിച്ചതുപോലെ, യെശയ്യാവിനെ വിളിച്ചതുപോലെ, ആമോസിനെ വിളിച്ചതുപോലെ, ശൗലിനെ പിന്നീട് പൗലോസാക്കി മാറ്റിയ അല്ലെങ്കിൽ പത്രോസിനെ യേശു വിളിച്ചതുപോലെ ദൈവത്തിന്റെ വിളി ലഭിക്കുന്നു എന്നുള്ളത് ഈ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം കൃപയാൽ എനിക്ക് ലഭിച്ചു. ഞാൻ അതിന് ചിന്തിക്കാറുണ്ട്, എന്നെക്കാൾ സൗന്ദര്യം എന്റെ സഹോദരങ്ങൾക്കുണ്ട്, നല്ല അറിവും അനുഭവജ്ഞാനവും ഒക്കെ ഉള്ളവരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ ശാരീരികമായിട്ടൊക്കെ ഇച്ചിരി ചെറിയ ആളാണ് ഞാൻ, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. ഞാനതിന് ചിന്തിച്ചു, ദൈവം എന്താ എന്നെ ഇങ്ങനെ വിളിക്കാൻ കാരണം? ഈ ഞാൻ അവരോടൊക്കെ പറഞ്ഞെങ്കിലും അതിൽ പലർക്കും വലിയ ചലനമൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ആവൂന്നൊക്കെ പറയുന്നെങ്കിലും, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര സംഭവം, അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഒരാളെ സ്പർശിച്ചു വിളിച്ചു വേർതിരിക്കുന്ന ഒരു വലിയ ആത്മീയ സംഭവമാണ് ഒരു വ്യക്തി കർത്താവിലേക്ക് തിരികെ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, രക്ഷിക്കപ്പെട്ടു പറയുന്നു എന്ന് പറയുന്ന ആളുകളിൽ പലരും രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്കിപ്പോ സംശയം തോന്നിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് ഒരു വ്യക്തി കർത്താവിന്റെ ശക്തമായ വിളി കേട്ട് ഒരു വ്യക്തി കർത്താവിന്റെ ശരിക്കുള്ള സാദൃശ്യവും സന്ദർശനവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ പഴയ ആളല്ല. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം അതെനിക്ക് ഓർമ്മയുണ്ട്, സ്നാനപ്പെട്ടിട്ട് പുതിയ സൃഷ്ടിയാದ ഒരാൾ എന്നോട് പറഞ്ഞു. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ആ തലങ്ങളിലേക്കാണ് പിന്നെ ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഒരു ഭയങ്കര ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ അന്നുണ്ടായി. ഇന്ന് മഹാസന്തോഷത്തോട് പറയട്ടെ, ദൈവത്തിന്റെ വലിയ കരുണയാല് അതിനുശേഷം ഗ്രാജുവലായിട്ട് കൂടുതൽ 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 എന്റെ കർത്താവിനെ അടുക്കാൻ എനിക്കൊന്ന് പറ്റും. പഴയതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ ഒത്തിരി വേദനകളൊക്കെ ഉണ്ട്, ഒത്തിരി മുറിവുകളുണ്ടെങ്കിലും കല്ലേറും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട്, അടി വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മുന്നിലുള്ള യേശുവിനെ നോക്കി സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്നു. എല്ലാവർക്കും അത് പറ്റുന്നു എനിക്കറിയാം, എനിക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് മനസ്സിലായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എനിക്ക് പലവിധ രോഗങ്ങളുണ്ടായിരുന്നു. ആ രക്ഷാനുഭവത്തിന് ശേഷം ഞാൻ നിരന്തരം തലവേദന കൊണ്ട് ഭാരപ്പെടുന്ന ആളായിരുന്നു. അന്ന് ഡിസ്പിരിൻ എന്നൊക്കെ പറഞ്ഞ ഗുളികൾ കഴിക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഈ തലവേദന മരണം വരെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളി കുറെ മരുന്ന് തന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ പിന്നീട് അത് ഏതാണ്ട് അനേക വർഷങ്ങൾ ഒരു മരുന്ന് ഞാൻ എടുക്കാതിരുന്നു. പിന്നെ എനിക്കൊരു അപകടം ഉണ്ടായപ്പോഴാണ് ഞാൻ അറിയാതെ ആളുകളെ പിടിച്ച് മരുന്നൊക്കെ തന്ന കാര്യങ്ങൾ ഓർക്കുന്നു. പിന്നെ അത് വലിച്ചെടുക്കും. അപ്പം വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ദൈവിക ബന്ധത്തിൽ ദൈവത്തോട് ചേർന്നുള്ള നടത്ത
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ, ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം. ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു എപ്പിസോഡ് വരെ എന്ന് പറയുമ്പോൾ 7-ാമത്തെ വയസ്സിൽ സമ്പന്നതയുടെ തലത്തിൽ നിന്നും പെട്ടെന്ന് ദാരിദ്ര്യത്തിന്റെ തലത്തിലേക്ക് വീണുപോയ 70 ശേഷമുള്ള എൻ്റെ ജീവിതം, ഏതാണ്ട് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു കാലം വരെ ഞാൻ നിരന്തരം അന്വേഷണത്തിലും വേദനയിലും ദുഃഖത്തിലും ഒക്കെ ആയിരുന്നു. എന്റെ 2-ാമത്തെ ജീവിതത്തിന്റെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ കർത്താവിനെ ആഴമായി മനസ്സിലാക്കുന്ന ഒരു തലമായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. വാസ്തവത്തിൽ ആ കാലങ്ങളിലൊക്കെ ധാരാളം കവിതകൾ ഞാൻ എഴുതി. ഞാൻ സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ അന്നത്തെ ഒരു വലിയ പ്രസിദ്ധമായ ഒരു കവിത ഞാൻ ചൊല്ലട്ടെ. എനിക്ക് കവിത എന്ന് ചൊല്ലാനൊരു മൂടൊന്നും ഇല്ലെങ്കിലും, കുരുതിപ്പൂക്കൾ ചിന്നി ബലിക്കല്ലുകൾ താണ്ടി കാവിൽ കളരിയിൽ വിഗ്രഹപ്പുരകളിൽ ജന്മചക്രങ്ങളാൽ കറങ്ങി തച്ചു തകർന്നൊരൻ സങ്കല്പമെല്ലാം വിടചൊല്ലി നിന്നിലേക്കൊഴുകുന്നു. നീ എന്നെ വിളിച്ചുവോ? പ്രത്യയശാസ്ത്ര കളരികൾ, ലോകജ്ഞാന കണ്ണിൻ ഔദ്ധത്യം, സന്യാസവ്രതം നോറ്റ രാവുകൾ എല്ലാം ഒരു സ്വപ്നമായിരുന്നെന്നോ. നിൻ സ്പർശനം ഇന്നും ഹരിത സ്പർശമായി തുടിക്കുന്നു. കത്തുന്നു ജന്മബന്ധങ്ങളിൽ കാഹളം, അറ്റുപോകുന്നു പ്രത്യയശാസ്ത്ര ലഹരികൾ. ഒരു പാഴ്ക്കിനാവായി മറയുന്നു ഗതകാലം, തെളിവാർന്നോർമ്മയിൽ ഈശാ നിൻമുഖം തെളിയുന്നു. വൈ ജന്മം മരണക്കുടുക്കിൽ ഞാൻ ഒടുങ്ങാൻ, ഗർഭബന്ധങ്ങൾ അറ്റുമാറാൻ തുടങ്ങവേ ഞാൻ അറിയാതെ പദചലനങ്ങളാൽ വന്നൻ കരം പിടിച്ചെന്നെ രക്ഷിച്ചവൻ നീയായിരുന്നുവോ. എൻ കവിതയും രോഗാതുര സങ്കല്പവും കണ്ടു നീ, നിന്നാണിപ്പഴുതുള്ള കരം തലോടിക്കൊണ്ടു നീ മെല്ലെ മൊഴിഞ്ഞു. മകനെ, നിൻ ചിത്തത്തിൽ എനിക്കിടം തരിക, ഞാൻ നിന്നേൽ വസിക്കട്ടെ. നീ സ്നേഹിച്ച സ്നേഹത്താൽ എനിക്കും സ്നേഹിക്കണം. നീ വരഞ്ഞിട്ട പാതയിൽ എൻ ചുവടുറപ്പിക്കണം. നീ പഠിപ്പിച്ച പാഠമൻ സിരയിൽ ഉറഞ്ഞുയരണം. നീ തന്നെ ഞാനായി നിന്നിൽ വിലയിക്കണം. കുരുതിപ്പൂക്കൾ ചിന്നി ബലിക്കല്ലുകൾ താണ്ടി കാവിൽ കളരിയിൽ വിഗ്രഹപ്പുരകളിൽ ജന്മചക്രങ്ങളാൽ കറങ്ങി തച്ചു തകർന്നൊരൻ സങ്കല്പമെല്ലാം വിടചൊല്ലി നിന്നിലേക്കൊഴുകുന്നു. നീ എന്നെ വിളിച്ചുവോ? പ്രത്യയശാസ്ത്ര കളരികൾ, ലോകജ്ഞാന കണ്ണിൻ ഔദ്ധത്യം, സന്യാസവ്രതം നോറ്റ രാവുകൾ എല്ലാം ഒരു സ്വപ്നമായിരുന്നെന്നോ. നിൻ സ്പർശനം ഇന്നും ഹരിത സ്പർശമായി തുടിക്കുന്നു. എല്ലാ വരികളും ഞാൻ ചൊല്ലുന്നില്ല, ഏറെ വരികളുണ്ട് ഇതില്. പക്ഷെ എങ്കിലും ക്രൂശിൽ നീ ചിന്തിയ നിണമെന്ന ആത്മദർപ്പണം കഴുകുന്നു. നിൻ മുഖം അതിൽ തെളിയുന്നുണരുന്നു ഞാൻ. എൻ മിഴുനീർക്കണം നിൻ പാദങ്ങൾ നനയ്ക്കുമ്പോൾ എന്നകം കുളിർക്കുന്നു. നീ എന്നെ സ്പർശിക്കുന്നു. സ്നേഹം ഒരു ഭയങ്കര ശക്തിയാണ്, അതിനാൽ ഈ ലോകം നമുക്ക് കീഴായി തീരും. നീ അത് നേടി നാഥ. സ്വാത്വികമാം മിഴുനീരിൽ ഉയരും സാമ്രാജ്യങ്ങൾ കൊടുങ്കാറ്റിലുലയില്ല. ശിലമേൽ അത് ഉയർന്നു തന്നെ വാഴും. നീ സ്നേഹിച്ച സ്നേഹത്താൽ എനിക്കും സ്നേഹിക്കണം. നീ വരഞ്ഞിട്ട പാതയിൽ എൻ ചുവടുറപ്പിക്കണം. നീ പഠിപ്പിച്ച പാഠമൻ സിരയിൽ ഉറഞ്ഞുയരണം. നീ തന്നെ ഞാനായി നിന്നിൽ വിലയിക്കണം. ഏറെ വരികളുണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രി സമയച്ചുരുക്കം കൊണ്ട് അതൊക്കെ ഞാൻ ചൊല്ലുന്നില്ല. ഒരു കവിതയാണിത്. അത് എൻ്റെ പേര് സമന്വയ സങ്കീർത്തനം. ഞാൻ അന്ന് എൻ്റെ അറിവിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു നാല് തലയ്ക്കകത്തൊന്ന കമ്മ്യൂണിസം, നിരീശ്വരവാദം, ഹിന്ദുമതങ്ങളുടെ പഠനങ്ങൾ, ഗാന്ധിസം, സകല സന്നാഹങ്ങളും ഇതിനകത്ത് കയറിയിരിക്കുക. ദൈവത്തിനെ പിടികൊടുക്കുന്നില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ശാന്തിയില്ല. ശാന്തിയെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. കാവിയിലേക്ക് കയറിയെങ്കിലും അവിടെയും സമാധാനമില്ല. ചോര ചെങ്കൊടിക്ക് സമാധാനം തരാൻ പറ്റിയില്ല. കാവിക്കോ ചോര ചെങ്കൊടിക്കോ തരാൻ കഴിഞ്ഞില്ല. സഖാവെ എന്ന് വിളിച്ച ആളുകൾ സ്നേഹിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സമാധാനം കണ്ടെത്തുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്റെ വിളി അതായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിരുന്നു. യേശുവിനെ ഞാൻ കണ്ടപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ജീവിതം അപ്പാടെ മാറി. എൻ്റെ ജീവിതം ആ സമ്പൂർണമായ ഒരു പരിവർത്തനത്തിന് വിധേയമായി. എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. എൻ്റെ ആന്തരിക
തലത്തിലെ ആ അസമാധാനങ്ങളൊക്കെ മാറി. ഞാൻ ചിന്തിച്ചു, ഈ സമന്വയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സമന്വയം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആത്മകഥയിൽ ചില ഭാഗങ്ങൾ, ഒരു ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അതിന്റെ എനിക്ക് തോന്നുന്നു ഒരധ്യായത്തിന്റെ ഒരു ഭാഗത്ത് ഞാൻ അന്ന് എഴുതി. സ്തോത്രം. നൂറ്റി 300-ലധികം പേജുകളുള്ള ഒരു പുസ്തകമാണിത്. എന്റെ ജനിതഘടനയിൽ സമാന്തര രേഖകളിൽ സഞ്ചരിക്കുന്ന രണ്ട് ഭാവധാരകളെ എന്നിലെ ഗവേഷണ മനസ്സ് കണ്ടുപിടിച്ചത് പാപത്തിന് മരിച്ചു ആത്മാവ് ജയിക്കുക എന്ന ക്രിസ്തു ദർശനത്തിന്റെ തായ്വേര് കണ്ടെത്താൻ എന്നെ സഹായിച്ചു. എന്നിലെ മാതൃപിതൃഭാവങ്ങളുടെ രണ്ട് തലങ്ങളാണ് സമാന്തരമായി നിന്ന് എന്നിലെ ആന്തരിക സമരങ്ങളെ നയിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. മാതാവിലെ ലാളിത്യവും സമന്വയ ചിന്തകളും ആസ്തിക ബോധത്തിന്റെ ആത്മഭാവങ്ങളായിരുന്നു. സമര ജീവിതത്തിലൂടെ അവരെ ജയപാതകളിൽ എത്തിച്ചത് ആത്മഭാവങ്ങളായിരുന്നു. പിതാവ് പരമാർത്ഥിയായിരുന്നെങ്കിലും സ്വതന്ത്ര മനസ്സും ഉച്ഛൃംഖല വാസനകളും ദുർബലമായ ആധിക്യ ബോധവും ജീവിത സമരങ്ങളെ പരാജയപ്പെടുന്നത് കണ്ടെത്തിയുള്ള അദ്ദേഹം വൈകിയിരുന്നു. എന്നിലെ മാതൃപിതൃഭാവങ്ങൾ ഉണർത്തിയ ദ്വന്ദ്വ ഗതിഭേദങ്ങൾ എന്നെ ആത്മഹത്യാ മുനമ്പിൽ എത്തിക്കുന്നതിന് മുൻപെയാണ് മുൻനിർണയപ്രകാരമുള്ള ക്രിസ്തുവുമായുള്ള എന്റെ കൂട്ടിമുട്ടൽ സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, യേശുവായിട്ടുള്ള കൂട്ടിമുട്ടൽ. വാസ്തവത്തിൽ ഈ നമ്മളെ തട്ടുന്നവര് യേശുവിനെ ഒന്ന് കാണണം, നമ്മൾ സംസാരിക്കുന്നവർ യേശുവിനെ ഒന്ന് അറിയണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. വാസ്തവത്തിൽ നമ്മള് ആ തലത്തിലെത്താൻ പറ്റും. നമ്മുടെ വിളിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ശരിക്കും പറഞ്ഞ നമ്മുടെ ഉള്ളില് ഉള്ള ദൈവാത്മാവ് മരത്തിന്റെ കാതല് പോലെ ഇത് നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞ നിത്യതയിലേക്കുള്ള യാത്രയാണല്ലോ. നമ്മൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുണ്ടായിരുന്നു, അനാദികാലത്ത് നിങ്ങളുണ്ടായിരുന്നു. ശരിക്കും ആദാമിൽ നമ്മളുണ്ടായിരുന്നു. പക്ഷെ ആദാമി വീണപ്പോഴേക്കും ആ പാപത്തിന്റെ രേണു നമ്മളിലേക്ക് വന്നു. രണ്ടാമത്തെ ആദാമെ ക്രിസ്തു വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞ ഒരു ന്യൂ ക്രിയേഷൻ ആയിട്ട് നമ്മൾ മാറി. പക്ഷെ ആദാം ദൈവത്തിലുണ്ടായിരുന്നു. മനുഷ്യ സൃഷ്ടിയാണല്ലോ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. കാര്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു തുടങ്ങിയപ്പോഴേക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവനറിയാം ഈ മനുഷ്യ സൃഷ്ടിയാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ അത് ഒരു പ്രത്യേകത, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മൾ ഉൽപ്പത്തി പുസ്തകം നാം വായിക്കണം. 26 വായിക്കുന്നു. മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വെളിപ്പാട്, വാസ്തവത്തിൽ നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകുന്നു. മൂടുപടം മാറിയ മുഖത്ത് കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായി ഒടുവിൽ പറയുന്ന അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. ഈ മോഹൻദാസ് എന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവം പകർന്ന ആത്മാവ്, എനിക്ക് ലഭിച്ച മനുഷ്യൻ, എൻ്റെ മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ, അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു തലമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ വിളിയുടെ പർപ്പസ് എനിക്ക് കുറച്ചൊക്കെ പിടികിട്ടിയത്. ഇപ്പോഴത്തെ എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയും യുദ്ധവും, ശരിക്കും പറഞ്ഞാൽ നമ്മളും പിശാചിനുള്ള യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട തലം നമ്മുടെ ബൈബിൾ എടുക്കുന്നതോ ഉടുപ്പെടുത്തോട്ട് പോകുന്നതോ ബാഗ് എടുത്തോട്ട് പോകുന്നതോ പടം എടുത്തോട്ട് പോകുന്നതൊന്നും അല്ല. പിശാചി ശരിക്കും നോക്കുന്നത് നമ്മുടെ ഇന്നർ മാനെ, ആത്മമനുഷ്യനെ എങ്ങനെ കളങ്കപ്പെടുത്താം, ക്രിസ്തു മനുഷ്യനെ എങ്ങനെ ഉടയ്ക്കാം, തകർക്കാം എന്നുള്ളതാണ് അവന്റെ പദ്ധതി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെങ്കിലും ആ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പിന്നെ പുതിയ സൃഷ്ടിയാകുന്ന ആ ക്രിസ്തു മനുഷ്യനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ യുദ്ധം തീർന്നിട്ടില്ല. നമ്മുടെ ഇപ്പോഴുള്ള യുദ്ധം, ക്രിസ്തുവിലായ ഒരാളുടെ യുദ്ധം വാസ്തവത്തിൽ ആ ക്രിസ്തു മനുഷ്യൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പിടിക്കാമോ എന്ന് ചോടുന്നതേ ഉള്ളൂ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതെല്ലാം മറന്ന് മുന്നിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. നമ്മുടെ ഓട്ടം ശരിക്കും പറഞ്ഞാൽ ആ ക്രൈസ്റ്റിന്റെ പ്രതിമയായ അതേ തലത്തിലേക്ക് എത്തുക എന്നുള്ളത്.
അതില് ഈ റോമാലേഖനത്തിൽ വായിക്കുന്ന പോലെ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, നമ്മൾ തേജസ്കരിക്കപ്പെട്ട ഒരു തലത്തിലേക്ക് ക്രിസ്തു ആകുന്നത് പോലെ നമ്മളായിത്തീരുന്ന ഒരു തലമുണ്ട്. അത് ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് ലഭിച്ച ദൈവിക അനുഭവത്തിൽ ഏറ്റവും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതായിരുന്നു. എങ്ങനെ അങ്ങനെ വളരാൻ കഴിയും? എനിക്ക് തോന്നുന്നു, ഈ കോളേജ് തലത്തിലൊക്കെ പഠിക്കുമ്പോൾ ഗാന്ധിസത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയങ്ങളിൽ ഗാന്ധിജി യേശുവിനെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു. യേശു ഉദ്ദേശിച്ച പെർഫെക്ഷനിലേക്ക് വരാൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. സുന്ദർ സിംഗിന് പക്ഷേ സാധിച്ചു. സുന്ദർ സിംഗിന് യേശുവിനെ കണ്ടെത്തിയ സുന്ദർ സിംഗ്, ഗാന്ധിജിയും സുന്ദർ സിംഗും ഒരേ ഇന്ത്യക്കാർ തന്നെയാണ്. ഒരാൾ സിഖുകാരനും മറ്റൊരാള് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. രണ്ടുപേരും രണ്ട് നിലകളിൽ പ്രശസ്തരുമാണ്. ഗാന്ധിജി ബൈബിൾ വായിച്ചെങ്കിലും ഒടുവിൽ പുള്ളി മരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഹേ റാം എന്നാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ക്രൈസ്റ്റ് മനുഷ്യനുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രസക്തി ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്ഷൻ അതായിരുന്നു. പക്ഷെ സുന്ദർ സിംഗിന്റെ കണക്ഷൻ ക്രിസ്തു ആയിരുന്നു. സുന്ദർ സിംഗ് കേരളത്തിൽ വന്നിട്ടുണ്ട്, ഗാന്ധിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. അവരൊക്കെ സാക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവര് ക്രിസ്തുവിനെ കണ്ടതുപോലെ അദ്ദേഹത്തെ കാണാനിട വന്നു. കാരണം ഈ ഹിന്ദുമതത്തിലൊക്കെ സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നൊക്കെ അവർ പറയുന്ന പോലെ ഈ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു തലത്തിലേക്ക്, ഒരാത്മാ മനുഷ്യന്റെ തലത്തിലേക്ക്, അതിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അനന്തതയിലേക്കുള്ള യാത്ര. ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷാനുഭവത്തിന് ശേഷം ഞാൻ എന്റെ വിവാഹം ഇതിനിടയ്ക്ക് 89 കഴിഞ്ഞു. 87 ദൈവത്തിന്റെ കരുണയാല് ഞാൻ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചു. അധ്യാപകനായിട്ട് പേരെടുത്തു. സർക്കാർ ലെവലിലേക്കുള്ള ജോലിക്കുള്ള കാര്യങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഞാന് സെമിനാരിയിൽ ഞാനും വൈഫും ചേർന്ന് പഠിച്ചു. വാസ്തവത്തിൽ അതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഈ സ്തോത്രം എന്നില് ക്രിസ്തു സാന്നിധ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ക്രിസ്തു സാന്നിധ്യം എന്നിൽ വന്നപ്പോൾ സ്തോത്രം ഞാൻ അതുവരെ പ്രാർത്ഥിച്ചാൽ വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിലും ക്രിസ്തു സാന്നിധ്യം വന്നപ്പോൾ ചില രോഗികളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കഴിവൊന്നും ഉള്ള ആളല്ല. പക്ഷേ ആദ്യമായി ഒരു ഭൂതബന്ധനത്തിൽ പിടിക്കപ്പെട്ട അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭൂതം വിട്ടുപോയി. മറ്റു പലരിലും ആ ഭൂതശക്തികൾ വിട്ടുപോയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഭൂതം വിട്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവസാന്നിധ്യം വരാതെ ഒക്കത്തില്ലല്ലോ. കാര്യം ഒരു വ്യക്തിയെ പൈശാചിക ശക്തികൾ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ അത് സാത്താന്റെ അധീനതയിലാണ്. അപ്പൊ സാത്താന്റെ അധീനതയിലുള്ള ഒരു വ്യക്തി, ഒരു സാധുവായ ഒരു ദൈവവൈതൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയെന്ന് പറയുമ്പോൾ അത് വിട്ടുപോകണമെങ്കിൽ ആ ദൈവികമായ അധികാരം ദൈവം എന്നിൽ പകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. സ്തോത്രം. ആയിരക്കണക്കിന് വീടുകളിൽ സുവിശേഷം എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അനേകായിരങ്ങളോട് സുവിശേഷം പറയുവാൻ കഴിഞ്ഞു. ക്രിസ്തു നിമിത്തം ഉപദ്രവങ്ങൾ പലപ്പോഴും ഏറ്റിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് ഉപദ്രവം ഏറ്റിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുവാൻ ആശിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന് അവിടെയൊക്കെ ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതും പറയാതിരിക്കാൻ കഴിയില്ല. ശക്തമായ ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ നമ്മുടെ ശരീരം വാസ്തവത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വളരും തോറും ഈ നിന്നെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് വായിക്കുന്ന പോലെ, നിനക്ക് ചുറ്റും ഞാൻ തീമതിലായിരിക്കുന്നു എന്നൊക്കെ വായിക്കുന്ന പോലെ, ഈ ദൈവിക ബന്ധത്തിൽ നമ്മൾ അനുദിനം വളർന്നു മുന്നോട്ട് പോകുമ്പോൾ വാസ്തവമായിട്ടും ആ ദൈവിക ബന്ധത്തിലുള്ള, ആ ദൈവിക അനുഭവത്തിലുള്ള നമ്മുടെ വളർച്ച വാസ്തവത്തിൽ നമ്മളിൽ നിന്നും അത് പ്രസരണം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരാനുള്ളത്. നമ്മൾ ക്രിസ്തുവിനെ പ്രസരിപ്പിക്കുന്നവരായിത്തീരും. വാസ്തവത്തിൽ ഈ ക്രിസ്താനുരൂപമായി നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ കരച്ചിലും ഒക്കെ കൂടുതൽ ആളുകൾക്ക് ക്രിസ്തു സാന്നിധ്യം മനസ്സിലാക്കാൻ. അതെന്റെ ഒരു വലിയ അനുഭവമായിരുന്നു. ചിലരൊക്കെ പറയാൻ തുടങ്ങി, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിന് സൗഖ്യം കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ പോലെ ഞാനല്ല ചെയ്തത്, കർത്താവാ ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് മാറാൻ തുടങ്ങി. കർത്താവെ, ഈ പാവപ്പെട്ട എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം തന്നല്ലോ എന്ന് പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അനേകം രക്ഷിക്കപ്പെട്ട് സഭാപ്രവർത്തനത്തിലൊക്കെ വൈബല്യം ഉണ്ടായത് 97 തുടങ്ങിയ പ്രവർത്തനത്തിന്
ഒരുപാട് ജനം രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ഒക്കെ ഇടയായത് ആ ഒരു തലം വന്നതിന് ശേഷമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടില് ഒരു അമ്മയെയും മോളെയും കൊച്ചുമോളെയും ഒരേ ഒരു കടവിൽ ഒരു ആറ്റിൽ 2-3 പേരെയും ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. അങ്ങനെ പലരെയും. ഒരിക്കലും വളരെ എതിർത്തിരുന്ന ഒരു പിതാവ് സുവിശേഷത്തിൽ ഒരിക്കലും വരുത്തില്ല. ഭയങ്കര വാശി പിടിച്ചിരിക്കുന്ന ഒരാൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു, അച്ഛാ സ്നാനപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് സ്നാനപ്പെടുത്താൻ പറ്റി. ഞാൻ അന്നേരം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ നമ്മൾ വാസ്തവത്തിൽ ക്രിസ്ത്യാനികളുമായി വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ആ സാന്നിധ്യം പ്രസരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന് പ്രസരിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ക്രിസ്തു സ്വഭാവത്തിൽ വളരുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് പിന്നെയും വന്നു. എനിക്ക് ദുശാഠ്യങ്ങളും കോപശീലവും ഒക്കെ ഉണ്ടായിരുന്നു. അവ ജഡത്തെ ഭരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ തലത്തിലേക്ക് വന്നു. അത് ഇന്നും ഒരു യുദ്ധമായി തുടരുകയാണ്. പൂർണ്ണതയിലൊന്നും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ അന്നേരം കർത്താവ് പിടിച്ചോണ്ട് പോകും, അതെനിക്ക് അറിയാം. വാസ്തവത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ മുമ്പിലുള്ള നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്ത്യാനിയുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. അത് വാസ്തവത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു ആവേശമായി തീരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജില് ഞാനും വൈഫും ചേർന്നു. മണക്കാല സെമിനാരിയില് ദൈവത്തിന് സ്തോത്രം ഞങ്ങള് 92-96 കാലത്താണ്. ഞാൻ 92-96 BD ഡിഗ്രി എടുത്തു. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് BD കഴിഞ്ഞപ്പോൾ സ്തോത്രം മണക്കാലയിലെ കോയ് സാറ് അദ്ദേഹത്തിന് എന്നോട് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് ആ സെമിനാരി തന്നെ ഒരു സ്റ്റാഫായി ചേരാനോ MDH എടുത്ത് പഠിക്കാനോ ഒക്കെ വളരെ സ്നേഹപൂർവ്വം എന്നെ വിളിച്ചു. കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം 92-ലാണ് ഇറങ്ങുന്നത്. അതിന് ക്രൈസ്തവ സാഹിത്യ അക്കാദമിയുടെ അതിന് സർഗ സമിതിയുടെ അവാർഡ് കിട്ടിയപ്പോൾ പെട്ടെന്ന് നമ്മുടെ ക്രൈസ്തവ മാസികകളിലൊക്കെ മുളവന മോഹൻദാസിന് അവാർഡ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനിട വന്നു. എനിക്ക് തോന്നുന്നു അന്ന് അവാർഡ് നേടിയ കൂട്ടത്തിൽ കാനവച്ചനും PG വർഗീസ് അങ്കിളും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റു പല പ്രമുഖന്മാരും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ പത്രമാസികളിലൊക്കെ വന്നപ്പോഴേക്കും ഏതാണ്ട് അവർക്ക് തുല്യരായ ഒരാളായിട്ട് തന്നെ കണ്ടത്. എനിക്ക് തോന്നുന്നു തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയും JC ദേവസാറും ഇവരുമൊക്കെ അവരെന്നെ സ്നേഹിച്ചത് ഏതാണ്ട് ആ ഒരു തുല്യതയുടെ തലത്തിൽ. എനിക്ക് അത്ഭുതം തോന്നി. തിരുവട്ടാറിന് വീട്ടിലൊക്കെ ചെന്നപ്പോഴേക്കും കോളരൊക്കെ തട്ടിയിട്ട് ഒരു പ്രതിഭേദമൊക്കെ വിളിച്ച് അദ്ദേഹം എൻ്റെ ബലിഗീതത്തിന് മനോഹരമായ ഒരു അവതാരിയൊക്കെ എഴുതി ഓർക്കുന്നു. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി വലിയ വലിയ ജ്ഞാനി പണ്ഡിതനായ ഒരു നല്ല ദൈവമനുഷ്യൻ. JC ദേവ് സാറ് എനിക്ക് തോന്നുന്നു അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് വന്നിട്ടുണ്ട്. CV വടവന സാറുമായിട്ട് ബന്ധപ്പെടാനുണ്ട്. ഒത്തിരി പ്രഗത്ഭ കാനവച്ചൻ എന്നെ ഒത്തിരി ജീവനത്തിൽ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു കാനവച്ചൻ. എനിക്ക് തോന്നുന്നു കേരളത്തില് ഞാൻ ഈ ഒരു പഴയ അനുഭവത്തിൽ നിന്നും ഒരു ഹിന്ദു മാർഗത്തിൽ നിന്നൊക്കെ വന്നു. എനിക്ക് ഈ ഉന്നതരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ദൈവ മനുഷ്യരുടെയൊക്കെ വലിയ നിലയിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. അവരെന്നെ കണ്ടത് ഏതാണ്ട് ആ വലിയ സ്നേഹത്തിലാണ്. അവരോട് തുല്യമായി അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് കണ്ടത് എന്നെ കണ്ണുകൾ നിറയിച്ചു. കാരണം അച്ഛൻ്റെ വീട്ടിൽ പല സന്ദർഭത്തിലും ഞാൻ പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച വലിയ കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു MV ചാക്കോ സാറ് ഇരുപേരൂര് ഞാൻ ആശാരിപദേശയുടെ ജീവിതത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അവതാരി എഴുതിയ അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതൊരു ബോംബായിരിക്കും പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ അകത്ത് വന്നു. യേശു ക്രിസ്തു എന്നിൽ വന്നു. ആ ക്രിസ്തു സാന്നിധ്യം എന്നിൽ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്നെ ആദരിക്കാൻ തുടങ്ങിയത്. ഇതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ ആയിരിക്കുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന എല്ലാ പുകഴ്ചയ്ക്കും എനിക്ക് പറഞ്ഞ ഈ കഴുതപ്പുറത്തിരിക്കുന്ന യേശു ആ കഴുതയ്ക്ക് മാന്യത കൊടുക്കുന്ന പോലെ കഴുതയ്ക്ക് ആളുകൾ പോകുന്ന വഴിയിലൊക്കെ തുണികൾ വാരി വിറുന്നത് കഴുതയ്ക്ക് വേണ്ടിയല്ലല്ലോ, കഴുതപ്പുറത്തിരിക്കുന്ന ആളിനെ ഉദ്ദേശിച്ചല്ലേ. പക്ഷെ അതിന്റെ കുറെ ക്രെഡിറ്റ് കഴുതയ്ക്ക് കിട്ടുന്ന പോലെ യേശു എൻ്റെ അകത്ത് വന്നതാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായത്. കർത്താനൻ കൂട്ടാളി ആയതിനാലൻ കഷ്ടങ്ങളെല്ലാം അകന്നുപോയി. ഞാൻ മറ്റൊരിക്കൽ എഴുതി, ആത്മാവിനാഴെ നിന്നൂറിയിറങ്ങുന്ന
കണ്ണുനീരാണെന്നായുധങ്ങൾ. സ്വർഗീയവാതിൽ തുറന്നെന്നെ കൈക്കൊള്ളും പ്രാർത്ഥനയാണെന്നായുധങ്ങൾ. പ്രാർത്ഥനയാണെന്നായുധങ്ങൾ. മമ സഖി ക്രിസ്തോ അർപ്പിച്ചിടും നിതാ കണ്ണുനീർ പൂവുകൾ കൈക്കൊള്ളുക നീ. തന്ത്രി തകർന്നതാം തമ്പുരുവാമെന്നെ തമ്പുരാനെ നീ മധുരമാക്കി. ആത്മാവിനാഴെ നിന്നൂറിയിറങ്ങുന്ന കണ്ണുനീരാണെന്നായുധങ്ങൾ. സ്വർഗീയവാതിൽ തുറന്നെന്നെ കൈക്കൊള്ളും പ്രാർത്ഥനയാണെന്നായുധങ്ങൾ. പ്രാർത്ഥനയാണെന്നായുധങ്ങൾ. മമ സഖി ക്രിസ്തോ അർപ്പിച്ചിടും നിതാ കണ്ണുനീർ പൂവുകൾ കൈക്കൊള്ളുക നീ. തന്ത്രി തകർന്നതാം തമ്പുരുവാമെന്നെ തമ്പുരാനെ നീ മധുരമാക്കി. ആത്മാവിനാഴെ നിന്നൂറിയിറങ്ങുന്ന കണ്ണുനീരാണെന്നായുധങ്ങൾ. ഞാന് മണക്കാല സെമിനാരിയിൽ പഠിക്കുമ്പോൾ അന്നത്തെ ആ വേദനയുടെ കാലഘട്ടങ്ങളിൽ കുത്തിക്കുറിച്ച വരികളാ ഇത്. പിന്നീട് ഒരു കാസറ്റായിട്ടൊക്കെ പുറത്തിറങ്ങി. ഒത്തിരി പേരുടെ കയ്യിൽ ആ കാസറ്റ് ഉണ്ട്. ഒരുപാട് വിറ്റഴിഞ്ഞ ഒരു ഇതാണ്. 8-9 ഗാനങ്ങളുള്ള ഒരു കാസറ്റ് ആയിരുന്നു. പിന്നീട് ഒരു കാസറ്റ് ഇറക്കാൻ ഇട വന്നു. ഒത്തിരി ഗാനങ്ങൾ എഴുതാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം, ദൈവവചനം, ആദിയിലുണ്ടായ വചനം, അരുളി ചെയ്തൊരു വചനം, നരനായി തീർന്നൊരു വചനം. വചനം, ദൈവവചനം, ആദിയിലുണ്ടായ വചനം, അരുളി ചെയ്തൊരു വചനം, നരനായി തീർന്നൊരു വചനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വരികളൊക്കെ, ഒത്തിരി വരികളുണ്ട്, ഒത്തിരി ഗാനങ്ങൾ എഴുതാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ എൻ്റെ കവിതാപരമായ കഴിവുകളൊക്കെ കർത്താവ് ഒന്ന് തൊട്ടനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഒത്തിരി പേർക്ക് അത് ആശ്വാസമായി തീർന്നു. എൻ്റെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഒത്തിരി പേർക്ക് ആശ്വാസമായി തീർന്നു. ഞാൻ ഓർക്കുന്നു, തകർച്ചകളുടെയൊക്കെ നടുവിൽ അന്ന് ഞാൻ എഴുതി, ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പാഞ്ഞു പോയ ഒരു ജീവിതം അർത്ഥരഹിതമാകയാൽ ആത്മഹത്യ, സംശയം മൃതിയല്ലോ, കാടൊരു ദുഃഖം, ഇതിൽ ആശ്വാസമില്ല, മരണം, സ്തോത്രം. അങ്ങനെ വരികൾ എഴുതിയ ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, അന്നത്തെ എൻ്റെ അന്വേഷണങ്ങളൊക്കെ ഒത്തിരി വായിച്ചൊക്കെ വന്നെങ്കിലും ആ വായന എനിക്ക് ഒരു സമാധാനം തന്നില്ല. എൻ്റെ ബന്ധുവായ ടി.പി. അജയൻ ഒരു ജീനിയസ് ആയിരുന്നു. ഒരുപാട് അവാർഡുകൾ നേടിയ പ്രസിദ്ധനായ ഒരു നാടകൃത്ത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ഞാനും ടി.പി. അജയനുമായിട്ട് ചുറ്റുമല, കല്ലടയ്ക്കടുത്ത് ചുറ്റുമലയില് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അനേക വിഷയങ്ങൾ, അന്ന് കാവാല നാരായണിക്കരുടെയും ജി ശങ്കരപിള്ളയുടെയും വാൻഗോഗിന്റെയും ഒക്കെ രചനകളെ കുറിച്ച്, ദൈവത്തിന് സ്തോത്രം, അനേക ഇബ്സന്റെയും അതുപോലെ പോൾ സാർത്രിന്റെയും ഒക്കെ രചനകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കാലങ്ങൾ ഓർക്കുന്നു. അന്ന് കാക്കനാടനും കടമനിട്ട രാമകൃഷ്ണനും ഒക്കെ സ്തോത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലങ്ങൾ, അന്ന് എനിക്ക് തോന്നുന്നു കവിയരങ്ങളിലൊക്കെ പോയി മുടിയൊക്കെ നീട്ടി വളർത്തി തോളിലൊരു മനുഷ്യ സജ്ജയൊക്കെ തൂക്കി കവിയരങ്ങളിൽ പാടി നടന്ന കാലം. ഒരർത്ഥത്തിൽ മുളവന മോഹൻദാസൊക്കെ പറഞ്ഞെങ്കിലും മുടി നീട്ടി വളർത്തി കവിതകൾ ചൊല്ലി നടന്ന ആ കാലങ്ങൾ അശാന്തി നിറഞ്ഞ കാലങ്ങളായിരുന്നു. അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് വന്നു. ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യവേ, സ്തോത്രം, പുറയിലിരുന്ന ഒരാള് മോഹൻദാസ് സഖാവേ എന്ന് വിളിച്ച് ഓടി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുക്കൽ വന്നിരുന്നു. മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കൈ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, മോഹൻദാസ് സഖാവ് പാസ്റ്ററായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാസ്റ്ററായി.
ഞാൻ പറഞ്ഞു നിങ്ങൾ കർത്താവിലാകണം. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ പുള്ളി അങ്ങ് മാറിപ്പോയി. ഞാൻ നോക്കാം, എന്റെ ജീവിതത്തിൽ ഒരു സഖാവായി നടന്ന ഒരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചോര ചെങ്കൊടിയുമായി അനേക യോഗങ്ങൾ നയിച്ചിരുന്ന ഒരു കാലം. തോളിൽ ഒരു സഞ്ചിയൊക്കെ തൂക്കി മുടി നീട്ടി വളർത്തി പിന്നീട് സന്യാസത്തിലേക്ക് പോയ ഒരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത സമാധാനം. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. എൻ്റെ കവിതകൾ വായിച്ചെന്നെ അദ്ദേഹം എന്നെ വയനാട്ടിൽ കൊണ്ടുപോകുന്നത് മലയാള അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന വിശ്വനാഥൻ. അദ്ദേഹം പിന്നീട് ഞാൻ പുത്തൂര് വന്ന് സഭാപ്രവർത്തനം തുടങ്ങുമ്പോൾ അദ്ദേഹം അതിലുള്ള ആളുകളെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാര്യം പുത്തൂർ കമ്പോളത്തിലെ ഒരു വലിയ കുടിയൻ രക്ഷിക്കപ്പെട്ട് ഒരു നല്ല സൃഷ്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അന്യഭാഷയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്നു. മറ്റൊരാൾ പുത്തൂർ കമ്പോളത്തിലെ മറ്റൊരു റൗഡി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹം ഇവരൊക്കെ പുത്തൂർ കമ്പോളത്തെ ഉറപ്പിച്ച ഓർത്തഡോക്സിലെ ഭവീരന്മാരാ, നമുക്കറിയാമല്ലോ. അപ്പം അതുപോലെ ഒത്തിരി പേര് 4 മരണം നടന്ന ഭവാനിയുടെ വീട്ടിലുണ്ടായ അത്ഭുത വിടുതൽ, ഒത്തിരി പേര്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു അമ്മയും മോളും കൊച്ചുമോളൊക്കെ അത് ഹൈന്ദവ ചുറ്റുപാടിൽ നിന്ന് വന്നവരാ. എത്രയോ പേര് കർത്താവിലേക്ക് വരാനിട വന്നു. ഇതെല്ലാം കണ്ട് എന്റെ ജ്യേഷ്ഠൻ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, മോഹൻ, ഞാന് അനേക വർഷങ്ങൾ പിള്ളേരെ നന്നാക്കാൻ ശ്രമിച്ചു, ചൂരൽ വടി കൊണ്ട് അടിച്ചു, ഒരുത്തരും റെഡി ആയിട്ടില്ല. അടിച്ചോമാരൊക്കെ എന്നെ പല്ലി കാണിച്ചു, എടുത്തോളാം അവിടെ എന്നൊക്കെ പറഞ്ഞു. മോഹൻ, നിനക്ക് ഇത്രയും ആളുകളെ എങ്ങനെ നേരെയാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, എന്റെ പിടുക്കല്ല, എനിക്ക് ഒരാളെ നേരെയാക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ അപ്പൻ, കുടിയനായ അപ്പനെ പോലും നന്നാക്കാൻ പറ്റിയില്ല. അപ്പൻ യേശുവില്ലാതെ മരിച്ചു, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഞാനിങ്ങനെ തോളെ പിടിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, വിശാണ്ടനും ഒന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഓർക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ഉള്ളിൽ ലോകത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന, ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു അഭൂതമായ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ അകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ക്രിസ്തു നിൽപ്പുണ്ട്. നമ്മൾ കർത്താവിനെ വഹിക്കുന്നവരാ, കർത്താവിനെ കൊണ്ടുപോകുന്നവരാ, കർത്താവായിട്ട് നടക്കുന്നവരാ, ആ കർത്തൃ സാന്നിധ്യത്തെ ശരിക്കും തൊട്ടറിയുന്നവരാ. കർത്തനൻ കൂട്ടാളിയായതിനാൽ എന്റെ കഷ്ടങ്ങളെല്ലാം അകന്നുപോയി. മറ്റൊരു ഗാനത്തിൽ ഞാൻ എഴുതി, നമ്മുടെ കർത്താവ് കൂട്ടാളിയായതുകൊണ്ട് നമ്മുടെ കഷ്ടതകൾ മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ, എന്റെ ഈ രൂപാന്തര ചരിത്രം കേട്ട് എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും എന്റെ ആന്റിമാർ പലരും രക്ഷിക്കപ്പെടാൻ വന്നു. ചിലരൊക്കെ കർത്താവിന് സ്തോത്രം കുടുംബത്തിൽ നിന്നും വളരെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് അവർ വന്നപ്പോൾ അതിലൊരാൾ എന്നെ പിടിച്ച് തല്ലി. അതുകൊണ്ട് അവരൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നുകൊണ്ട് പുളവരയിൽ അസംബ്ലി ചർച്ച ഉണ്ടായി. എനിക്ക് തോന്നുന്നു മറ്റൊരു ഭാഗത്ത് സുവിശേഷ പ്രവർത്തനം നടത്തി വർഗീയവാദികൾ എന്നെ ആക്രമിച്ചു, ഒരാളാണ് എന്നെ അടിച്ചത്. അവിടെ മറ്റൊരിടത്തൊരു സഭയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആശാരിപദേശിയുടെ ദിവ്യചരിത്രം ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളൊന്നിനും അദ്ദേഹത്തിന് എഴുതും, അദ്ദേഹം അടിപൊളി ഉപദേശിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ക്രിസ്തു നിമിത്തം എനിക്കും തല്ലി കിട്ടിയിട്ടുണ്ട്. വായി വരുന്ന വിളിച്ചു പറഞ്ഞിട്ടല്ല, തെറ്റായി നടന്നിട്ടല്ല, കർത്താവിനെ സാക്ഷിച്ചതുകൊണ്ട്, കർത്താവിന്റെ സാക്ഷി ആയതുകൊണ്ട്, കർത്താവിനെ വഹിക്കുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്ക് സന്തോഷത്തോട് പറയട്ടെ, ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. എനിക്ക് വേണ്ടി പീഡനമേറ്റ, എനിക്ക് വേണ്ടി ക്രൂശ് വഹിച്ച കർത്താവിന്റെ വചനം ഒന്ന് വിളിച്ചു പറയാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവിന്റെ വചനം പറയുമ്പോൾ ഒരുപക്ഷെ ചീത്തവിളിയോ ഉപദ്രവമോ പീഡനമോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതൊരു മഹാപദവിയെന്നും സന്തോഷമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ നിർത്തട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 7 സഭകൾക്ക് വെളിപ്പാട് പുസ്തകം ദൂത് എഴുതുമ്പോൾ, ഓരോ സഭകൾക്കും ദൂത് എഴുതുമ്പോൾ അവിടെ സ്തോത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. എഫെസോസിലെ സഭയിൽ ദൂതൻ എഴുതുമ്പോൾ അവിടെ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. 7 സഭകളോട് പറയുന്നു ജയിക്കുന്നവന്.
വിശ്വസിക്കുന്നവന് നല്ല ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഇന്ന് രാത്രി അല്പനേരം ദൈവവചനത്തിൽ നിന്നൊന്ന് ആ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ജയിക്കുന്നവർ വാസ്തവത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചാണല്ലോ സുവിശേഷങ്ങളിലൊക്കെ പറയുന്നത്. ജയിക്കുന്നവരെ കുറിച്ച് അവിടെ കൂടുതൽ പരാമർശിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എനിക്ക് തോന്നുന്നു ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് മാർത്തയോടും മറിയോടും ഒക്കെ കർത്താവ് വിശ്വാസത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നെ ആകർഷിച്ച വചനം ഞാൻ പറഞ്ഞല്ലോ, മത്തായി 21:22. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചാലും നിനക്ക് കിട്ടും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് നന്മകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങൾ, സൗഖ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പ്രാർത്ഥനയുടെ കാര്യമല്ല പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നിത്യതയിലേക്ക് പോകാൻ വേണ്ടി 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഓരോ സഭയോടും പറയുന്ന പ്രധാനപ്പെട്ട ദൂത് ജയിക്കുന്നവന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്ന് സ്മരണയിലെ സഭയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ജയിക്കുന്നവന് രണ്ടാമത്തെ മരണം ഉണ്ടാകുകയില്ല. ഒന്നാം മരണം, രണ്ടാം മരണം ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജയിക്കുക. എന്തിനാണ് ജയിക്കേണ്ടത്? സ്തോത്രം. വെളിപ്പാട് 21 എനിക്ക് തോന്നുന്നു, ജയിക്കുന്നവൻ അവൻ എനിക്ക് മകനും ഞാനവന് പിതാവുമായിരിക്കും. അപ്പം നമ്മൾ വാസ്തവത്തിൽ എന്തിനാ ജയിക്കേണ്ടത്? ഈ ലോകം, പാപം, പിശാച്, ഇവ മൂന്നും നമുക്കെതിരെ വരുന്നുണ്ട്. ഞാൻ വെളിപ്പാട് പുസ്തകം ആവർത്തിച്ച് വായിക്കാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പലരും വായിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് ജയിക്കുന്നവരെ കുറിച്ച് പറയുന്നു? സ്തോത്രം. വിശ്വാസത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയും. നമ്മൾ വാദോര സംസാരിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക നമ്മൾ കേൾക്കാറുണ്ട്. അവരൊക്കെ നല്ലതായിരിക്കുമ്പോൾ തന്നെയും സ്തോത്രം എന്തിനാണ് ജയിക്കേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു എഫെസിലെ 2 കൊരിന്ത്യർ 3:10 എനിക്ക് തോന്നുന്നു. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് സ്തോത്രം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ഈ ലോകത്തിന്റെ അന്ധകാര അധിപതിയോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അത് എനിക്കൊന്ന് എഫെസിൽ 6:10 വായിക്കുന്നത്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ 2 കൊരിന്ത്യർ അതിന്റെ സ്തോത്രം 2 കൊരിന്ത്യർ 3:10 വായിക്കുന്നത് സ്തോത്രം. ആ ഭാഗം ഞാനൊന്ന് വായിച്ചോട്ടെ. സഞ്ചരിക്കുന്നവരെങ്കിലും പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസ്ഥനെ ശക്തിയുള്ളവ തന്നെ. അപ്പം ശരിക്കും പറഞ്ഞ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി മുറുകെ പിടിച്ചുകൊണ്ട്, അപ്പം അവിടെ ശരിക്കു പറഞ്ഞ ആ ഒരു തലം ഞാൻ വായിച്ചപ്പോൾ സ്തോത്രം അവിടെ ഈ സാത്താന്യ ശക്തികളെ ജയിക്കുന്ന തലത്തെക്കുറിച്ചാണ്. നക്ഷത്ര ശോഭ പോലെ ക്രിസ്തുവിൽ ശോഭിച്ചിരുന്ന അനേക പ്രഗത്ഭന്മാർ വീണുപോയ ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു, മരിച്ചവർ ഏർക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള മിനിസ്ട്രി ഉണ്ട്. നമ്മൾ ഇന്ന് ന്യൂയോർക്കിലാണെങ്കിൽ നാളത്തെ നമ്മുടെ ശുശ്രൂഷ ലണ്ടനിലാണ്. നമ്മൾ ഒരുപക്ഷെ അടുത്ത ദിവസം നമ്മൾ സപ്പർ കഴിക്കുന്നത് നേരെ സ്തോത്രം ഒരുപക്ഷെ കൊറിയയിലായിരിക്കും, സിയോളിലായിരിക്കും. അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്ന എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, പക്ഷേ എനിക്ക് വാൻകൂവറിലാണ് എൻ്റെ ഒരു മീറ്റിംഗ്, അടുത്ത ആഴ്ച ഞാൻ ന്യൂയോർക്കിലായിരിക്കും. ഞാൻ അവരെ ചെറുതാക്കൊന്നുമല്ല, നല്ലത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവര് എത്തിയത്. കാര്യം ഈ വചന ശുശ്രൂഷയിലൂടെയൊക്കെ നല്ല നല്ല ആളുകളെ രസിപ്പിക്കാൻ ആപ്പയൊക്കെ എന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അങ്ങനെ ഒന്നും ഒക്കത്തില്ല. അതിനൊക്കെയുള്ള സ്റ്റാൻഡേർഡായിട്ട് അതിന്റെ രീതിയിൽ
അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് പറയുന്ന, അതിന്റെ മനോഹാരിതയിലൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ കൊണ്ടുവരുന്ന ആളുകളെ അവിടെ വിളിക്കാൻ പറ്റും. അവിടെ കുറ്റമൊന്നുമല്ല. ഒന്നും അവിടെ കയറി പ്രസംഗിക്കാൻ പറ്റത്തില്ല. PC നാക്കിലൊക്കെ പ്രസംഗിക്കാൻ പറ്റും. ശരി തന്നെ, നല്ലത് തന്നെ. നമുക്ക് എല്ലാ വർഷങ്ങളിലും ഫുൾ മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കാം. നമുക്ക് ആ വരുമാനം കൊണ്ട് നമ്മൾക്ക് ഏറ്റവും വില കൂടിയ കാറും വലിയ വീടുകളും നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു വന്നേക്കാം. ധാരാളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ പോപ്പുലർ ആയിരിക്കാം. സ്തോത്രം. ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്, ഈ പോപ്പുലാരിറ്റിയും ഒക്കെ വരുമ്പോൾ അറിയാതെ ചിലരുടെയെങ്കിലും, എല്ലാവരുടെയും എന്ന് പറയാൻ കഴിയില്ല, അറിയാതെയെങ്കിലും ഒരു ഒരു ചിന്ത വരും, ഞാൻ എന്തോ ആയി. അവരുടെ ആ പ്രൈസ് ലോഡിനകത്തൊക്കെ ഒരു ചെറിയ ഇച്ചിരി ഖനമൊക്കെ ഉണ്ട്. പ്രൈസ് ലോഡെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഈ പൗലോസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒടുവിലൊക്കെ പറയുന്നത്, ആ പാപികൾ ഞാൻ ഒന്നാമത്തേന്നൊക്കെയാ പറയുന്നത്. ആദ്യമൊക്കെ നോക്കണം. ഈ ശരിക്കും പറഞ്ഞ വലിയ കോടീശ്വരനായ ആള് പൗലോസ്, വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ, ചെറുതായി അവസാനം വരുമ്പോൾ പുള്ളിക്ക് ഈ തണുപ്പത്ത് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ല. കയറിയ ഏതാണ്ടൊരു പുതപ്പാ. പിന്നെ വായിക്കാൻ ചർമ്മരഹിതം ഒന്നുമില്ല. ഇത്രയും ധനം ഉപേക്ഷിച്ച മനുഷ്യൻ, ഇത്രയും എല്ലാം കർത്താവിനോട് കളഞ്ഞു വിളിച്ച മനുഷ്യൻ, ഒടുവിൽ ഒന്നുമില്ലാത്ത ഒരനുഭവത്തിൽ ആ തണുപ്പത്ത് വിറങ്ങലിക്കുമ്പോൾ ഒരുപക്ഷെ തന്റെ കഴുത്ത് അറുത്തു കൊല്ലാനുള്ള മനുഷ്യൻ ഇങ്ങനെ രാവുന്നത് നോക്കി ഇടയ്ക്കിടയ്ക്ക് പൗലോസിനൊക്കെ ചിരിക്കുന്നുണ്ടാവില്ല. അടുത്ത തല പോകുന്നത് ഇതിന്റെയാണ്. ആ സമയത്ത് ഒരുപക്ഷെ താനെ പുതയ്ക്കാൻ ഒരു പുതപ്പ കൊണ്ടുവരാൻ പറഞ്ഞത് കിട്ടിയോന്ന് അറിയത്തില്ല. വാച്ച്മാനി എന്നെ ആകർഷിച്ച ഒരു മഹാനായ സുവിശേഷകനാണ്. 15 വർഷം ചെയ്യാത്ത കുറ്റത്തിന് കൊടിയ പീഡനങ്ങൾ കൂടി ഏകാന്ത തടവിൽ, ഇച്ചിരി നീളമുള്ള ചൈനക്കാരനായിരുന്നു. ചരിത്രം പറയുന്നത്, എനിക്ക് തോന്നുന്നത് 6 അടി ഹൈറ്റുള്ള ചൈനക്കാർ പോലെ പമ്മിയവരാണ്. അദ്ദേഹത്തിന് കാല് പോലും മടക്കി വെക്കാൻ കഴിയാതെ ഒരു ഒരു ശവപ്പെട്ടിയുടെ വലിപ്പമുള്ള ഒരു സെല്ലിൽ ഇട്ട് ഏതാണ്ട് 19 വർഷങ്ങൾ, ഒന്നും രണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ടവളെ പോലും കാണാൻ കഴിയാതെ, റിച്ചാർഡ് വുംബ്രാണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വുംബ്രാണ്ടിന്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സബീന, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു. വുംബ്രാണ്ടിനെയൊക്കെ തല കിഴക്കാൻ പാടിയിട്ട് ഇടിക്കുകയാണ് ഇരുട്ടുമുറിയിലിട്ട്. പുള്ളി പറയുന്നത്, എവിടെ നോക്കാൻ ഇരുട്ട്. എത്രയോ വർഷങ്ങൾ റുമേനിയൻ കാരാഗൃഹത്തിൽ വുംബ്രാണ്ടും സബീനയും ക്രൂരമായ പീഡനങ്ങൾ കൂടി കടന്നുപോയി. അവരുടെ മൊബൈൽ ഫോൺ 3 ലക്ഷത്തിന്റെ ഐഫോൺ ഒന്നും ആയിരുന്നില്ല. അവർക്ക് അതൊന്നും അന്ന് മൊബൈൽ ഫോൺ, അവർക്ക് ആ സുഖമൊന്നുമില്ല. ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, കുഞ്ഞുങ്ങൾ എവിടാന്ന് അറിയത്തില്ല. ഇന്നും ചിലർ കാരാഗൃഹങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ക്രിസ്തു നിമിത്തം. പഴയ കാര്യമല്ല, ഈ കാലങ്ങളിൽ കറണ്ട് അഫയേഴ്സാണ് പറയുന്നത്. ഇന്നും ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷ നിമിത്തം പീഡനം അനുഭവിക്കുന്ന അനേക സുവിശേഷ വേലക്കാരുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്ത അനേകർ കാണാൻ കഴിയും. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവേ, എന്താ ഈ ഇൻബാലൻസ് വരാൻ കാര്യം? ഇഷ്ടംപോലെ ഉണ്ട്, ദൈവം കൊടുത്തു, അവർക്ക് കിട്ടിയതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങോട്ട് വിതരണം ചെയ്യപ്പെടുന്നില്ല? സ്റ്റേജുകളിൽ നമുക്ക് ആളുകളെ കരയിക്കാനൊക്കെ നമ്മുടെ പ്രസംഗ പാഠവും കൊണ്ട് പറ്റും. ചിരിപ്പിക്കാനും കരയിക്കാനൊക്കെ പറ്റും. നമുക്കതിനുള്ള കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സ്തോത്രം, പൗലോസ് വേദനയിലൂടെ, ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിൽ വേദനയിലൂടെ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് അവിടെ അവസാനം എഴുതുന്നത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പം വിശ്വസിച്ച അനേകർക്ക് വേണ്ടി. നമ്മളും ആ കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, യേശു വളരെ വേഗം, യേശുവിന്റെ വരവാസന്നമായിരിക്കുന്നു, കർത്താവ് ഉടനെ വരും. പക്ഷെ വാസ്തവത്തിൽ കർത്താവിന്റെ വരവാസന്നമായിരിക്കുക ഒരു സംശയമില്ല. നമ്മുടെ കർത്താവ് വരാറായിട്ടുണ്ട്. കർത്താവിന്റെ വരവിന്റെ എല്ലാ ലക്ഷണങ്ങളും അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന്റെ വരവിൽ വാസ്തവത്തിൽ എഫെസോസിലെ 7 സഭകൾ ഇന്നില്ല.
ബ്രിട്ടനിലെ ഉണർവ് നടന്ന സഭകൾ പലതും ഹോട്ടലുകളായി മാറിയിട്ടുണ്ട്. എൻ്റെ മരുമകൾ എയ്മി വെയിൽസിൽ അവൾ പഠിക്കുകയാണ് ഇപ്പോൾ. വെയിൽസ് പോയപ്പോ എനിക്ക് വലിയ ഞാൻ പറഞ്ഞ മോളെ, അത് ഒരിക്കലും ഉണർവ് നടന്നു. ഇവാൻ റോബർട്ട്സിന്റെ ശുശ്രൂഷയിലൂടെ വലിയ റിവൈവൽ നടന്ന സ്ഥലമാണ് വെയിൽസ്. ഇന്ന് ആ ഉണർവ് അവിടെ ഉണ്ടോ? ബ്രിട്ടനിൽ ഉണർവ് നടന്നു. ഇന്ന് ബ്രിട്ടനിൽ ക്രിസ്തുമതം പള്ളികൾ തിരോഭവിച്ചിരിക്കുന്നു. പള്ളികളിൽ പോകാൻ ആളില്ല. പരസ്യയോഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അന്നത്തെ ഉണർവ് യോഗങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ജോൺ വെസ്ലിയും ഹാഡ്സൺ ടൈലറും വില്യം കേറിയും ഒക്കെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ ഡേവിഡ് ലിവിങ്സ്റ്റണെ ആഫ്രിക്കയിൽ അയച്ച ബ്രിട്ടൻ, വില്യം കേറിയെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടൻ, അഡോൾഡിനാൻ ജഡ്സനെ ബർമയിലേക്ക് അയച്ച ബ്രിട്ടൻ, ഹഡ്സൺ ടൈലറിനെ ചൈനയിലേക്ക് അയച്ച ബ്രിട്ടൻ ഇന്ന് എവിടെ നിൽക്കുന്നു? എഫസോസിലെ സഭ ഇന്നില്ല. സഭ ഉണ്ടായിരുന്നു. സ്മരണയിലെ സഭ ഇന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 7 സഭകളും ആ കാലത്തുണ്ടായിരുന്നു. അന്ന് ആ സഭയ്ക്ക് ദൂത് എഴുതുന്നത്. ഇത് തന്നെ വ്യക്തികൾക്ക് സംഭവിക്കാം. ഞാൻ വളരെ വേദനയോട് പറയട്ടെ, ഞാൻ പേടിച്ചൊക്കെയാ പറയും. ഞാൻ വലിയ ആളായതുകൊണ്ടോ വീരനായതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഭയന്നിട്ടാ പറയുന്നത്. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ സഭയിൽ കൊണ്ടുവന്ന എനിക്കറിയാവുന്ന ഒരാള്, അയാൾ തിരിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി. യേശു എന്ന് പറഞ്ഞാൽ രക്തം തിളയ്ക്കുന്ന ഒരു സഹോദരി എനിക്കറിയാം. പുള്ളിക്കാരത്തി ഇപ്പം നിർജീവാവസ്ഥയിലാ. ഓ യേശു എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ അടുത്ത കാലങ്ങളിലെ കാര്യങ്ങളാണ് പറയും. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വെയിൽസിൽ ഉണർവ് നടന്ന ചർച്ചകൾ, അനേകം മിഷണറിമാരെ ലോകത്തിലേക്ക് സംഭാവന ചെയ്ത ബ്രിട്ടൻ ഇന്ന് എവിടെ നിൽക്കുന്നു? ഹെർമൻ ഗുണ്ടറ്റിലേക്ക് കേരളത്തിൽ സംഭാവന ജർമ്മനി, അർണോസ് പാതിരിയെ സംഭാവന ജർമ്മനി ഇന്ന് എവിടെ നിൽക്കുന്നു? ഒരുപാട് വിഷയങ്ങളെ സംഭാവന ചെയ്ത യൂറോപ്പ് ഇന്ന് എവിടെ നിൽക്കുന്നു? യൂറോപ്പിൽ സഭ മരിക്കുകയാണ്. യൂറോപ്പിൽ ഇസ്ലാം മതം തഴച്ചു വളരുന്നു. ഞാൻ ആ മതത്തെ ചെറുതാക്കുകയല്ല, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. യൂറോപ്പിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കുറെ കഴിയുമ്പോൾ ഇസ്ലാം മതം യൂറോപ്പിൽ മുഴുവൻ പടർന്നു പിടിക്കും. ഇസ്ലാം മതത്തിൽ ക്രിസ്തുവേശിലൂടെ രക്ഷ പറയുന്നുണ്ടോ? ഇല്ല. എഫസോസിലെ 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ ഓരോ സഭയോടും പറയുന്ന ദൂത് ജയിക്കുന്നവന്, ജയിക്കുന്നവന്, ജയിക്കുന്നവന്. ഒടുവിൽ ഇനി വരുമ്പോഴേക്കും ജയിക്കുന്നവൻ എൻ്റെ മകനും ഞാൻ അവന് പിതാവുമായിരിക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജയിക്കുക എന്നുള്ളത് എന്തിനാ ജയിക്കേണ്ടത്? വാസ്തവത്തിൽ ഏറ്റവും വലിയ സമരം പുറത്തുള്ള സമരമല്ല. നമുക്ക് കൈതരാത്ത കൂട്ടുവിശ്വാസിയോ സഹശുശ്രൂഷകനോ എതിരെയുള്ള സമരമല്ല നമ്മുടെ സമരം. നമ്മുടെ സമരം യഥാർത്ഥത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ആ കോട്ട? ആ കോട്ട ഇടിക്കേണ്ടത് എവിടെയാണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത്, ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, സാത്താന് കൂടുതൽ അവന്റെ ഉപകരണങ്ങൾ, അവന്റെ ബറ്റാലിയൻ, അവന്റെ ഉപകരണങ്ങൾ കൂടുതലും സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ വിശ്വാസികളുടെ ഹൃദയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ തമാശ പറയാറുണ്ട്, ക്ഷമിക്കണം. വേദപുസ്തകം വേണ്ടവണ്ണം വായിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രാർത്ഥനയിൽ പോരാടുന്നവർ എത്ര പേരുണ്ട്? അതുതന്നെ ജീവനുള്ള പ്രാർത്ഥനയുടെ തലങ്ങൾ എത്ര പേരുണ്ട്? നമ്മൾ വലിച്ചെറിയേണ്ടത്, മുങ്ങിപ്പോകാൻ പോകുന്ന കപ്പൽ പോലെ, അതിൽ നിന്നും ആവശ്യമില്ലാത്തൊക്കെ വലിച്ചെറിയുന്നത് പോലെ നമ്മുടെ ജഡമനുഷ്യന്റെ പാപ സ്വഭാവങ്ങളെ ഓരോന്നും വലിച്ചെറിയുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഇത്രയും കഷ്ടത വന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യക്കാരനായ ഒരു സഹോദരന്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞ. പുള്ളി പറഞ്ഞത് എന്നെ അങ്ങ് ചപ്പും ചവറും പോലെ. ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കരമായ അപകടങ്ങള്, അനർത്ഥങ്ങള്, രോഗങ്ങള്, കഷ്ടങ്ങള് ഇതെല്ലാം മാറി മാറി വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ചിലർ നിരന്തര പീഡനങ്ങൾ കൂടി കടന്നു പോകും. ചില സഭകൾ പീഡനങ്ങൾ കൂടി കടന്നു പോകും. ചില ദേശങ്ങൾ പീഡനങ്ങൾ കൂടി കടന്നു പോകും. നോർത്ത് കൊറിയ അയാളുടെ സഭകളില് കർത്താവിനെ കുറിച്ച് പറഞ്ഞവനെ തല്ലിക്കൊല്ലും. മൃഗീയ പീഡനങ്ങളാണ്
ഉത്തര കൊറിയയിലുള്ളത്. ദക്ഷിണ കൊറിയയിലോ ആർഭാടത്തോടാകെ ആരാധിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ രണ്ട് തുണ്ടുകളാണ്. രണ്ട് കൊറിയയായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ സ്വാധീന വലയത്തിൽ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് സ്വാധീന വലയത്തിൽ രണ്ടായിട്ട് മാറി. നോക്കണം, നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് അത് വരുന്നത്. ഒരു ഭാഗത്തുള്ള ക്രൈസ്തവർ, ഒരു ഭാഗത്ത് യേശുവിനെ വിശ്വസിക്കുന്നവർ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ജനം സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമൃദ്ധിയുണ്ട്. മറ്റുള്ളിടത്ത് ഭക്ഷണമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ ഇംബാലൻസ് എന്തുകൊണ്ടാണ്? ആഫ്രിക്കയിൽ ചിലര് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തമായി ഫ്ലൈറ്റുള്ള ദേവദാസന്മാർ വരെ ഉണ്ടെന്നാണ്. അത് നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. ഒരു വശത്ത് സമ്പത്തും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം കുമിഞ്ഞുകൂടുന്നു. അത് കുമിഞ്ഞുകൂടുന്ന അവരുടെ മുഖത്ത്, ഒരു ബെൻസ് കാർ ഓടിക്കുന്ന ഒരാളുടെ മുഖത്ത് അതിന്റെ ഗൗരവമില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കാര്യമാ? വലിയൊരു അധികാര സ്ഥാനത്ത് ഒരാൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ വ്യക്തി ആ മുഖത്ത് ആ ഗൗരവം കാണിക്കാതെ പാവത്താനെ പോലെ ഒരു ഉപദേശം പോലെ നടത്തി കഴിഞ്ഞാൽ അവര് ജനത്തെ നയിക്കണ്ടേ? ഈ ഗൗരവങ്ങളുടെ പിന്നിൽ ക്രിസ്തുവിന്റെ ലാളിത്യമുണ്ടോ? ക്രിസ്തുവിന്റെ ആർദ്രതയുണ്ടോ? ക്രിസ്തുവിന്റെ കരുണയുണ്ടോ? പലപ്പോഴും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലത് കൈമോശം വരുന്നത്, ചിലത് ചോർന്നു പോകുന്നത് നമ്മളിൽ പലരും അറിയുന്നില്ല. ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന പലതിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ദൈവഹിതമല്ലാത്തതെല്ലാം വലിച്ചെറിയുവാൻ നമ്മൾ തയ്യാറാകണം. ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ദൈവഹിതമല്ലാത്ത വാക്കുകൾ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ, ദൈവഹിതമല്ലാത്ത നിരൂപണങ്ങൾ, ഇതെല്ലാം വലിച്ചെറിയുവാൻ ഇടയാകണം. സ്തോത്രം. എനിക്ക് തോന്നുന്നു, ദൈവത്തിന് ഒരാളെ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ ആ വ്യക്തിയെ ദൈവം ചെറുതാക്കാൻ തുടങ്ങും. പൗലോസ് വലിയ ആളിൽ നിന്നും ചെറിയ ആളിലേക്ക് ചെറുതായി അവസാനം രക്തസാക്ഷിത്വത്തിന്റെ തലത്തിലേക്ക് താൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. കർത്താവ് ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 2 ഫിലിപ്പിയർ 2:5 മുതലാണെന്ന് എനിക്ക് തോന്നുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. നമുക്ക് ഉയർച്ച വരുന്തോറും നമ്മൾ എല്ലാ അർത്ഥത്തിലും താണു വരുവാൻ നമുക്ക് സാധിച്ചാൽ വാസ്തവത്തിൽ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ നിത്യത നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അതിന് പലപ്പോഴും നമുക്ക് പറ്റാതെ വരും. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ജയിക്കുന്നവനെ കുറിച്ച് പറയുന്നത്. ഈ സഭകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 7 സഭകളുടെയും സ്തോത്രം, 7 സഭകളുടെയും പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ വേഗത്തിൽ നിർത്താം. 5-10 മിനിറ്റ് താഴെ ഉള്ളൂ, ഞാൻ ആ സമയത്ത് തന്നെ നിർത്തിക്കൊള്ളാം. ഈ 7 സഭകൾ ഇന്നില്ല. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, ഈ സഭകളെല്ലാം കർത്താവ് വളരുന്ന സഭയായിരിക്കാം, പക്ഷെ അതിനെല്ലാം ന്യൂനതകൾ ദൈവം കാണുന്നു. അത് നമുക്ക് ഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടുകളയുകയാണ്. എഫെസോസിലെ സഭയ്ക്ക് പ്രധാനമായിട്ടുമുള്ള ന്യൂനത അവരുടെ ആദ്യ സ്നേഹം അവർക്ക് വിട്ടുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഞാൻ സമന്വയ സങ്കീർത്തനത്തിൽ പാടിയ വരികൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പേടിയോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നീ സ്നേഹിച്ച സ്നേഹത്താൽ എനിക്കും സ്നേഹിക്കണം. നീ വരഞ്ഞിട്ട പാതയിൽ എൻ ചുവടുറപ്പിക്കണം. നീ തന്നെ ഞാനായി നിന്നിൽ വിലയിക്കണം. ചില സമയങ്ങളിൽ എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. നേളം വന്നോ, പകല് വന്നോ, പൊക്കിപ്പോയോ കർത്താവെ, പൊക്കിപ്പോയ പോക്കാണ്. 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സ്തോത്രം, ഹാലിൽ ദൈവം തന്റെ മുഖം മറച്ചു, ഞാൻ ഭയപ്പെട്ടു പോയി. നമുക്ക് സത്യത്തില് ചില സമയത്ത് നമ്മൾ അറിയാതെ നീളം വരുമ്പോഴേക്കും ദൈവം മുഖം ഒന്ന് മറയ്ക്കും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിലവിളിക്കും, ധൂളി നിന്നെ സ്തുതിക്കുമോ, അതിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ, അയ്യോ കർത്താവെ രക്ഷിക്കണേ. ഈ നിലവിളി വന്നാൽ രക്ഷപ്പെട്ടു. നമ്മള് വാസ്തവത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും
നിത്യതയിൽ എത്തുന്നവരെ ജഡം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഈ ജഡം നമുക്കൊരു വലിയ പ്രശ്നമാണ്. ഇതിന് വിശപ്പുണ്ട്, ഇതിന് ദാഹമുണ്ട്, കണ്ണിന് കണ്ണിന്റെ മോഹങ്ങൾ, നാവിന് നാവിന്റെ മോഹങ്ങൾ, ഓരോ അവയവങ്ങൾക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അവയവങ്ങളുടെ ഒക്കെ അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ, 5 അടക്കമാണ് അച്ചടക്കം, 5 ഇന്ദ്രിയങ്ങളുടെ അടക്കം. ഞാന് ഹിന്ദു മതത്തിലൊക്കെ പോയപ്പോൾ കുറെയൊക്കെ ധ്യാനത്തിലിരുന്ന സമയത്ത് അവര് പല ധ്യാനങ്ങളുണ്ട്, ഒരുപാട് യോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യോഗാസനമൊക്കെ കുറച്ചൊക്കെ ശീലിച്ചതാ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിൽ അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ മനസ്സിനെ പിടിച്ചെടുക്കാനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ പരാജയപ്പെടാറുണ്ട് പലരും. ഭയങ്കര പാടാ ഈ മനസ്സിനെ പോലും പിടിച്ചെടുക്കുന്നു, വിചാരങ്ങളെ പിടിച്ചെടുക്കുന്നു. പക്ഷേ നമുക്കൊരു ഭാഗ്യമുള്ളത്, സന്തോഷത്തോട് പറയട്ടെ, ക്രിസ്തുവിൽ വന്ന പുതുസൃഷ്ടിയായ ഒരുവന് സാധിക്കും, ജയകരമായി ജീവിക്കാൻ സാധിക്കും. പുതിയ നിയമസഭയില് കൂടുതലും ചിലർ പറയിപ്പിക്കുന്നതിനാണ് ക്രിസ്തു എല്ലാം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, ഇനിയെല്ലാം ഡൺ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അതിനോട് ചെയ്തു എന്നുള്ളത് ഒരു വശത്ത് ശരിയാണെങ്കിലും ഈ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. പഴയ നിയമത്തിലൊക്കെ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ, ഡു എന്ന് പറയുമ്പോൾ കർത്താവ് വന്നിട്ട് കുരിശിൽ നിവർത്തിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. ക്രിസ്തു പോയ ആ ഇടുക്കുപാതയിലൂടെ നമ്മൾ പോകേണ്ടി വരും. കർത്താവ് ക്രൂശിൽ ജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, നിർബന്ധമൊന്നുമില്ല, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഈ സെൽഫ് ഡിനയലാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ ഐഡന്റിറ്റി എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വർഗീയവാദി എന്നെ ശരിക്കും പറഞ്ഞ് ഉപദ്രവിച്ചിട്ട് ഞാൻ അന്ന് എന്റെ കോളർ ചെറിയ പിടിച്ചില്ല, വാച്ചൊക്കെ തെറിച്ചു പോയി. എനിക്ക് അടി കിട്ടിയ സമയത്ത് ഞാൻ ആ ചിരിച്ചുകൊണ്ട് ആ സഹോദരൻ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെ ഇനി വരുമെന്ന് ചോദിച്ചു. അവർ ഇനി വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കിട്ടി വരത്തില്ല, പക്ഷെ ഇവിടെ വരും. കാര്യം ഇത് ഒന്നാമത് കാര്യം, ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്ക് എഴുതി തോന്നില്ല, ഈ സ്ഥലം കോമൺ പ്ലേസ്, എനിക്ക് വരാൻ പറ്റും, ഞാൻ വരുമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഈ വീടുകളിൽ എന്റെ വിശ്വാസ ഭവനങ്ങൾ, ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു. അയാൾ ഒന്നുകൂടെ ഒരു തൊഴിയൊക്കെ തന്നു. കൊണ്ടിട്ട് ദൈവത്തിന്റെ കരുണയാണ്, അഹങ്കാരമല്ല, കരുണയാണ്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആരോടും പരസ്യപ്പെടുത്താൻ പോയില്ല. ആ സഹോദരനെ പിന്നെ കണ്ടിട്ട് അത് ഞെട്ടിപ്പോയി. കൈ കൊടുത്തപ്പോൾ എന്നെ അറിയാതെ ചോദിച്ചു. പുള്ളി എന്റെ മുഖത്ത് പേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ അന്തരം എന്ന് പറഞ്ഞ എനിക്ക് കർത്താവിൽ ഒരു സന്തോഷമുള്ളൊരു കാര്യം, എനിക്ക് ആ സഹോദരന്റെ അന്നും ഇന്നും ഒരു വിദ്വേഷം സത്യമാണ് ഞാൻ പറഞ്ഞത്, നെഞ്ചി കഴിച്ച് പറയുക, കൃപയാണ്. എന്നാ എന്നെ എതിർത്ത ആ സഹോദരി എന്നെ ചീത്ത വിളിച്ച സഹോദരന്റെ പശു കിണറ്റി വീണു, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അതിനെ കുറിച്ച് പറയാനൊന്നും നോക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, രണ്ടാമത് എന്റെ ആന്റിമാര് വന്നപ്പോൾ, ഞാൻ മുളവര് മോഹൻദാസ് ആണല്ലോ, എന്റെ അമ്മാവൻ തന്നെ, എന്റെ അധ്യാപകൻ കൂടിയായിരുന്നു, അദ്ദേഹം എന്നെ മൃഗീയമായി തല്ലി. നാട്ടുകാരൊക്കെ കൂടി, ആ മുളവൻ എന്റെ ദേശത്ത് വെച്ചായിരുന്നു. ഒരുപാട് ആർസുകാർ എന്നെ സ്നേഹിച്ചു, എന്റെ അടുത്ത് വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ എന്റെ മാമന് വേണ്ടി പ്രാർത്ഥിച്ചു. സുമാരൻ, അദ്ദേഹം അടുത്തിടെയാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാരകമായി വെട്ടേറ്റു. പിന്നീട് മാമി തീ പിടിച്ച ഒരു ഭയങ്കര ആവേശത്തിൽ വന്നു. അത് ആ വീട്ടിൽ അവരെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അവർക്കത് താങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം അവരുടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ വൈഫാണ് പോയത്. അങ്ങേര് അവിടെ പൂജ ചെയ്യുമ്പോൾ ഇവർ അല്ലേലിയെ പറഞ്ഞ അങ്ങേരക്കാരെ സഹിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഞാന് ആ അമ്മാവനോട്, സുകുമാരമാവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ വീട്ടിൽ പോയി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി, എന്റെ കർത്താവ്, പാവപ്പെട്ട എന്റെ കർത്താവ് സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ നമുക്ക് അനുഭവമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മളെ അടിക്കുന്നവരെ നമുക്ക് തിരിച്ചടിക്കാൻ തോന്നാതെ, എന്നാൽ ഈ പെന്തക്കോസ്തുകൾ വന്നിട്ട് ഈ വേദോസം എടുത്തിട്ട് വെള്ളത്തിൽ കാണിക്കുന്നവരോട് അതെന്നെ ഒരു ബലഹീനത എനിക്ക് തോന്നുന്നു. ഈ വേദോസമൊക്കെ എടുത്ത് പാസ്റ്റർമാരായിട്ടൊക്കെ വിലസിയിട്ട് പോയി ഈ തരികട കാണിക്കുമ്പോൾ ഞാൻ അവരെ ശരിക്കും കൊടയാറുണ്ട്.
താഴ്ത്തി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രശ്നമില്ല, കാര്യം അവൻ രോഗമല്ലേ. പക്ഷെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. ഞാൻ ക്ഷമിക്കണം, എന്റെ ഒരു കുഴപ്പം, ഇനി അത് തിരുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പൗലോസിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെയാന്ന് പറഞ്ഞു, യേശു അങ്ങനെ തന്നെ ആന്ന് പറഞ്ഞു. യേശുവിന് അതേ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സഭയെ, കാരണം ഇത് നമ്മൾ ഇതെടുത്തിട്ട് ഈ സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ വന്ന് ഇതിന്റെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ തരികട കാണിച്ച് നടക്കുന്നത് ശരിയല്ലെന്നല്ലേ പറഞ്ഞു. ലോകജാതികൾ, എന്റെ അമ്മാവനത് രക്ഷിക്കപ്പെട്ടാണ്. എന്നെ ഉപദ്രവിച്ച സഹോദരന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം ഇനി വരേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ക്ഷമിച്ചാൽ, അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം പിന്നീട് ഒരു പാസ്സായിട്ട് മാറും, അല്ലെ അമ്മാവൻ പിന്നീട് സ്നാനപ്പെട്ടു വരും. പക്ഷേ ഈ കൃപാദാനങ്ങൾ ആസ്വദിച്ചിട്ട്, ഇതിന്റെ മഹത്വം ആസ്വദിച്ചിട്ട്, അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചിട്ട്, ഇത് വിളിച്ചു പറഞ്ഞതിന്റെ നന്മ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് ഇത് വിറ്റ് ജീവിക്കും, അത് ഒന്നാലും കുഴപ്പമില്ല. പക്ഷെ പാപത്തിൽ, ജഡത്തിൽ, പാപത്തിൽ ജീവിക്കുന്ന ആ അനുഭവങ്ങൾ അവരോട് ക്ഷമിക്കണമെന്നായിരിക്കും കഥ പറയുന്നത്. ഒരുപക്ഷെ അവർ നന്നാകുമായിരിക്കാം എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രിയപ്പെട്ടവരെ പറയട്ടെ, സ്തോത്രം, ഒരുപക്ഷെ എൻ്റെ ഈ കൊച്ചു ശുശ്രൂഷ ജീവിതാനുഭവത്തിൽ എൻ്റെ ഇരുളിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരു ക്രിസ്തു, അസത്യത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ യേശു, മരണത്തിൽ നിന്നും, ഞാൻ ആത്മഹത്യ ശ്രമിച്ചിട്ടുള്ള ആളാണ്, ഞാനത് വിശദീകരിച്ചില്ല. ആ കഷ്ടതയുടെ കാലങ്ങളിൽ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ, അന്വേഷണത്തിന്റെ കാലങ്ങളിൽ ഇതൊന്നും സത്യമല്ലെന്ന് കരുതി മരണം കൊതിച്ച ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മണ്ണടിഞ്ഞു പോയെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയാൻ കഴിയുമായിരുന്നില്ല. എന്നെ ജീവനോട് സൂക്ഷിച്ചു. ഒത്തിരി കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ എന്നെ ഇന്ന് എനിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവൾ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ദൈവകരുണയാൽ അവർ കർത്താവിന്റെ ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് വരാൻ, മകള് ഒരു കോളേജ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. മരുമകന് നല്ല എഞ്ചിനീയറാണ്, അദ്ദേഹം ഇപ്പോഴ് സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ നടത്തുന്നു. രണ്ടാമത്തെ മകന് ഒരു നല്ല പോസ്റ്റിൽ നിന്ന് അവൻ ജോലി ചെയ്യുന്നു. മരുമകൾ കർത്താവിന്റെ വിലയേറിയ ദാസന്റെ മകളാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ദേവദാസനാണ്. ആ മകൾ ഇന്ന് പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നു. ഇളയ മകനും അവന് ഓർഗനൊക്കെ നന്നായിട്ട് വായിക്കും. അവന് ഇന്ന് നല്ലൊരു IT ഫീൽഡിൽ നല്ലൊരു ജോലിയുണ്ട്. ICPF നല്ല പ്രവർത്തകരായി ഈ കുഞ്ഞുങ്ങൾ വളരാനിട വന്നു. ഒത്തിരി പേരെയൊക്കെ ആ നിലകളിൽ കൊണ്ടുവന്നു. കർത്താവിന്റെ വേലയ്ക്ക് അവരെല്ലാവരും ചുമൽ കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അവരെ ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു കോളിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. നമ്മൾ നിർബന്ധിച്ച് അവരെ പിടിച്ച് പിന്നെ വേലയ്ക്കൊക്കെ ആക്കിയാൽ, അതുകൊണ്ട് ഞാൻ അവർക്കൊരു ദൈവിക വിളി ഉണ്ടാകാൻ വേണ്ടി ശക്തമായി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവര് ശക്തമായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. അത് ദൈവം തന്നെ അവരെ ആ ശുശ്രൂഷ കൊടുത്ത് അവരെ കൊണ്ടുവന്നെങ്കിൽ നിലനിൽക്കത്തുള്ളൂ. കാരണം ഇതൊരു പോർക്കളമാണെന്ന് എനിക്കറിയാം. ഈ പോർക്കളത്തിൽ, ഈ യുദ്ധക്കളത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കൃപ ധാരാളം വേണം, അല്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. വിശേഷിച്ചും ഇന്ന് ദൈവത്തിന് സ്തോത്രം, എനിക്ക് തോന്നുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ പറയുവാൻ ഈ വിലയേറിയ ഈ പ്രാർത്ഥന സംഗമത്തിൽ പ്രത്യേകിച്ചും എനിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞ് സാക്ഷിക്കുവാൻ അവസരം തന്നു. രഹോബാത്ത് മിനിസ്ട്രീസിന്റെ നല്ല പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രാർത്ഥനാ യോഗങ്ങൾ വളരെ അനുഗ്രഹമാണ്. അനേകായിരങ്ങൾക്ക് അത് വിടുതലായി തീരട്ടെ. ഈ എൻ്റെ കൊച്ചു അനുഭവങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയുവാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഈ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇന്ന് കർത്താവിന്റെ ഉള്ളിൽ തന്നിട്ടുള്ള ആ വിശ്വാസത്തിന്റെ തീഷ്ണതയും ഒക്കെ, ആ വിവിധ അനുഭവങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് വീണു പോകാതെ നിലനിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും, ഞാനിപ്പോൾ തുമ്പമൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ദീർഘവർഷങ്ങൾ പുത്തൂര് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലായിരുന്നു. 22 വർഷം അവിടെ സഭ സ്ഥാപിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഒരുപാട് ഇടങ്ങളിൽ വേലകൾ തുടങ്ങാൻ, 3-4 സ്ഥലങ്ങളിൽ വേല തുടങ്ങാൻ, കുറെ വേലക്കാരെ ഇറക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്നെ മിടുക്കല്ല. പിന്നീട് പത്തനാപുരം ഭാഗത്ത് വന്ന് 3 വർഷം അവിടെ ഒരു കൊച്ചിക്കടവ് സഭയിൽ സൂക്ഷിച്ചു. ഇപ്പോഴ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ സ്ഥലത്തായിരിക്കുന്നു. അടൂരിനടുത്ത് കിളിവയലില് ഞാൻ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൾ ലിസി എന്നാണ് പേര്. അവൾ സിറിയൻ കാത്തലിക് ചുറ്റുപാടിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നു.
ആ കുടുംബമൊക്കെ നല്ല കുടുംബമാണ്, വളരെ തറവാടിത്തമുള്ള കുടുംബമാണ്. അവരൊക്കെ വളരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരും വളരെ കൈത്താങ്ങളാണ്. എൻ്റെ കുടുംബവും എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് പല നിലകളിൽ പ്രോത്സാഹനം തരാറുണ്ട്. വിശേഷിച്ചും അവരുടെയൊക്കെ പ്രോത്സാഹനവും പിന്തുണയും പല നിലകളിൽ എനിക്ക് സഹായമാണ്. എനിക്ക് എന്നെ ക്ഷണിച്ച ഈ ചാനലിൽ ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയാൻ ഒരു അവസരം തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിയോടും ഈ അരഹബാത്ത് മിനിസ്ട്രീസിനോടും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം പോരാടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.